بسم الله الرحمن الرحيم. الحمد لله على نعمة الإسلام، والصلاة والسلام على سيدنا ومولانا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. جزا الله عنا محمدا خير ما جزا، فقد جاءنا بالحق فالحق وبالجود. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولسائر المؤمنين والمؤمنات. حسبنا الله ونعم الوكيل. لا حول ولا قوة إلا بالله العلي العظيم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിഷയങ്ങൾ ഇബാറത്ത് വായിച്ച് അർത്ഥം പറയുന്ന രീതിയായിരുന്നു. ഇനി അതിൽ നിന്ന് ചെറിയൊരു മാറ്റം, ഇബാറത്തൊന്നും വായിക്കാതെ വിഷയങ്ങൾ മാത്രം പറഞ്ഞ് പോവുകയാണ്. എന്നിട്ട് ഈ നോട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തരും. അതിൻ്റെ വാർത്തകളൊക്കെ നോട്ടിട്ടുണ്ടാകും. അത് നോക്കിയിട്ട് മനസ്സിലാക്കാം. എന്തെങ്കിലും ഇഷ്കാലുകൾ ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കുകയും ചെയ്യാം. ഞാനത് ഇപ്പോൾ തന്നെ തീരും ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇൽമുൽ കലാമിൻ്റെ പ്രസക്തിയും അതിൻ്റെ പ്രാധാന്യവും ഒക്കെയാണ്. ഈ ഇൽമുൽ കലാമിനെ പല പണ്ഡിതന്മാരും എതിർത്തിട്ടുണ്ട് എന്നും ആ എതിർത്തതിൻ്റെ സാങ്കത്യവും അതിൻ്റെ മറുപടിയുമെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഇൽമുൽ കലാമിനെതിരെ വരുന്ന മറ്റൊരു ആരോപണമാണ് സൂഫികൾ ഇൽമുൽ കലാമിനെ നിരാകരിക്കുന്നു, ഇൽമുൽ കലാമിനെ അവർ ഇൻകാർ ചെയ്യുന്നു, വിമർശിക്കുന്നു എന്നൊക്കെ. സൂഫികൾ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അഹ്ലുസുന്നയിൽപ്പെട്ട വലിയൊരു വിഭാഗം ഔലിയാവിനോട്, മഹാന്മാരോട് വലിയ സ്നേഹമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിമർശനത്തിന് വലിയ പ്രസക്തിയുണ്ട്. ജനങ്ങളത് സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇവരിതിനെ വിമർശിക്കാൻ കാരണം, അവർ വിമർശിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സൂഫിയത്തിൻ്റെ പല വചനങ്ങളിലും കാണാം ഇൽമുൽ കലാമുമായി വ്യാപൃതരാകരുത്, അതിൽ കാലം കഴിക്കരുത് എന്നൊക്കെ. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഇമാം സുഹ്റവർത്തിയോട് പറയുന്നുണ്ട് ഇൽമുൽ കലാമുമായിട്ട് വ്യാപൃതനാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. സുഹ്റവർത്തി ഇമാം ഇൽമുൽ കലാമിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണാതെ പഠിച്ച മഹാനായിരുന്നു. അപ്പോൾ ജീലാനി തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ജീലാനി തങ്ങൾ ആ മനസ്സിൽ നിന്ന് അതെല്ലാം വായിച്ചിട്ട് അവിടെ മറ്ററിവുകൾ പകർന്നു നൽകി എന്നാണ് ജീലാനി തങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ 6-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദായിരുന്ന ഇമാം ഫഖറുദ്ദീൻ റാസി, ഇസ്ലാമിൻ്റെ ദൈക്ഷണിക പാരമ്പര്യം 5-ാം നൂറ്റാണ്ടിൽ അതിന് നേതൃത്വം കൊടുത്തത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹിമഹുള്ളയാണ്. ആ ഗസാലി ഇമാമിൻ്റെ താവഴിയിൽ ഗസാലി ഇമാമിൻ്റെ പിന്മുറക്കാരനായി ആ നേതൃത്വം ഏറ്റെടുത്ത് വന്ന മഹാനാണ് ഇമാം ഫഖറുദ്ദീൻ റാസി. ഈ റാസി ഇമാമിന് അക്കാലത്ത് വലിയ സൂഫിയായിരുന്ന ഇബ്നു അറബി റഹിമഹുള്ള ശൈഖുൽ അക്ബർ അവർ ഗ്രന്ഥം എഴുതുന്നുണ്ട്. ഗ്രന്ഥമല്ല, ഒരു ലെറ്റർ എഴുതി, നിങ്ങൾ ഇൽമുൽ കലാമിൽ തന്നെ ഇരിക്കരുത്, ഇൽമുൽ കലാം അതിനപ്പുറത്തും ചില വിജ്ഞാനങ്ങളുണ്ട്, അതാണ് നിങ്ങൾ പ്രധാനമായും തേടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ നമ്മളൊക്കെ ഹദ്ദാദ് ചെല്ലാറുള്ളവരാണ്. നമ്മളെ കേരളത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് ബാഴലവി മശായിഖിനെ സ്വീകരിക്കുന്നവരാണ്. ഈ ഹദ്ദാദ് തങ്ങളുടെ കിതാബിൽ ഒരുപാട് ഇടങ്ങളിൽ ഇൽമുൽ കലാമിനെ നിരുത്സാഹപ്പെടുത്തിയത് കാണാം. ഇൽമുൽ കലാം പഠിക്കേണ്ടതില്ല, അത് അത്ര ആവശ്യമുള്ള കാര്യമൊന്നുമല്ല, അതിന് വ്യാപൃതനാകരുത് എന്നൊക്കെ പറയുന്നത് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സൂഫികൾ ഒരുപാട് ഇടങ്ങളിൽ ഇൽമുൽ കലാമിനെ വിമർശിച്ചിട്ടുണ്ട്, അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മറുപടി എന്ന് പറയുന്നത്, അതിന് വ്യത്യസ്ത മറുപടികളുണ്ട്. ഒന്ന്, സൂഫികളിൽ പറയുന്നത് അവരുടെ മുരീദുമാരോടാണ്. മുരീദിന് എല്ലാ നിയമങ്ങളും ബാധകമല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സുന്നത്തുകളും പ്രോത്സാഹനീയമായ എല്ലാ കാര്യവും എടുക്കുക എന്നല്ല മുരീദിന്റെ ശൈലി. ഇപ്പോൾ വിവാഹം കഴിക്കുക സിവാജ് അത് സുന്നത്താണ്. അത് സുന്നത്താണെന്ന് പറയുമ്പോൾ പക്ഷേ തസവുഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം സാലിക്ക് മുരീദ് വിവാഹം കഴിക്കരുത്. അദ്ദേഹത്തിന്റെ സുലൂക്ക്, അള്ളാഹുലേക്കുള്ള പ്രയാണം അത് അവസാനിച്ചതിന്റെ ശേഷമാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹിമഹുള്ള ഇഹ്യായിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് പ്രോത്സാഹനീയമായ ദീനുൽ ഇസ്ലാമിൽ
നബി തങ്ങൾ കൊണ്ടുവന്ന ദീനിൽ ഇല്ലാത്ത കാര്യമായതുകൊണ്ടല്ല. ആ മുരീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ അത് ആപ്റ്റല്ല, അദ്ദേഹത്തോട് യോജിച്ചതല്ല. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു ജോലിയിലാണുള്ളത്. അസൂഫിയും മുസ്തഖിലും ഈ അസ്റാരി നഫ്സിഹി, സ്വന്തം നഫ്സിന്റെ സ്വന്തം മനസ്സിന്റെ അവസ്ഥകളുമായിട്ട് വ്യാപൃതനാവുക, ദുർഗുണങ്ങളെ വിഭാടനം ചെയ്യുക, എന്നിട്ട് അവിടെ സൽഗുണങ്ങളെ സ്ഥാപിക്കുക. ഇതാണ് ഒരു സൂഫിയുടെ, ഒരു മുരീദിന്റെ ജോലി. അപ്പോൾ ഇതല്ലാത്ത മറ്റൊരു ജോലിയിലും മുരീദ് ഏർപ്പെടാൻ പാടില്ല. ആ നിലക്കാണ് പല ഗ്രന്ഥങ്ങളിലും ഇൽമുൽ കലാമുമായി വ്യാപൃതനാകരുത് എന്ന് പറയുന്നത്. അത് ഇൽമുൽ കലാമിനോടുള്ള വിമർശനം കൊണ്ടല്ല, ഇൽമുൽ കലാമ് തെറ്റായ ഒരു വിജ്ഞാനശാഖ ആയതുകൊണ്ടല്ല, മുരീദിന് അത് യോജിച്ചതല്ല എന്നതുകൊണ്ടാണ്. അതിനൊരു മറ്റൊരു ഉദാഹരണമാണ് പറഞ്ഞത് വിവാഹം സുന്നത്ത് തന്നെയാണ്, പക്ഷെ മുരീദിന് അത് യോജിച്ചതല്ല. ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു മറുപടി. മറ്റൊന്ന്, സൂഫികൾ വിമർശിച്ചത് ഇൽമുൽ കലാമിനെയല്ല, ഇൽമുൽ കലാമുമായി ഇസ്തിവാല്, അതിൽ വ്യാപൃതരാവുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ജോലി. ഗ്രന്ഥങ്ങൾ ഒരുപാട് ഇൽമുൽ കലാമിന്റെ ഗ്രന്ഥങ്ങൾ മനഃപ്പാടമുണ്ട്, എന്നിട്ടും അതിൽ തന്നെ കാലം കഴിക്കുക. ഈ ഒരു ശൈലിയെയാണ് അവർ എതിർത്തത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇമാം സുഹ്റവർദി അവരും ജീലാനി തങ്ങളും അവർ തമ്മിൽ നടന്നൊരു വിഷയം. അവിടെ ജീലാനി തങ്ങളുടെ വാക്ക് നോക്കിയാൽ അതിൽ കാണാം ഇസ്തിവാല് പാടില്ല, ഇൽമുൽ കലാമിനെ എതിർക്കുകയല്ല ചെയ്യുന്നത്, അതുമായിട്ട് അങ്ങ് വ്യാപൃതനാവുക, അത് തന്നെ ജോലി എന്ന രീതിയിൽ അതുമായിട്ട് ശുഭരാകരുത്, വ്യാപൃതനാകരുത് എന്നാണ് അവർ പറയുന്നത്. അതിൽ കാലം കഴിക്കരുത്. അതുപോലെ മഹാനായ ശൈഖുൽ അക്ബർ മുഹീദ്ദീൻ ബിൻ അറബി റഹിമഹുല്ലാഹ് അവര് റാസി ഇമാമിന് ലെറ്റർ എഴുതിയതും ഇൽമുൽ കലാമ് തെറ്റായതുകൊണ്ടല്ല, വെറും ഇൽമുൽ കലാമിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, അതിന്റെ അപ്പുറത്തേക്ക് ചില അറിവുകളുണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് വത്തഖുല്ലാഹ യുഅല്ലിമുകുമുല്ലാഹ്, അങ്ങനെ ആയത്തെങ്ങനെ വത്തഖു യുഅല്ലിമുകുമുല്ലാഹ്, അതല്ല അങ്ങനെ അതിന്റെ ആശയം എങ്ങനെയാണ്? നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കുക, അള്ളാഹു തആല നിങ്ങൾക്ക് അറിവ് നൽകും. ആ അറിവ് എന്ന് പറയുന്നത് നമ്മൾ വായിച്ച് പഠിച്ച് പഠന ഗവേഷണങ്ങളിലൂടെ കിട്ടുന്ന അറിവല്ല. ആ അറിവ് കിട്ടാൻ ഒരു മാർഗമേ ഉള്ളൂ, ബി മഹദിൽ ഫദ്ലി, അള്ളാഹുവിന്റെ ഫദ്ലി. നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുക, സൂഫികൾ പറയുന്ന റൂട്ടിലൂടെ പോവുക, അപ്പോൾ മാത്രമേ ആ അറിവ് കിട്ടൂ. അതാണ് മഅരിഫത്ത് എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു ഫാരിദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് മിഅ്റാജ് തശവ്വുഫ് ഇലാ ഹഖായിഖി തസവ്വുഫ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അജീബ് ഉദ്ധരിക്കുന്നുണ്ട്. ഫസമ്മാ വറാഅൻ നഖല ഇൽമുൻ യദഖുൻ മദാരികി വയാത്തിൽ ലുഖൂലി സരീമത്തി, നല്ല കുശാഗ്ര ബുദ്ധിയുള്ള ആളുകൾ, അവർക്ക് പോലും ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് അറിവുകളുണ്ട്. അപ്പൊ റാസി ഇമാമിനോട് മുഹീദ്ദീൻ ബിൻ അറബി റഹിമഹുല്ലാഹ് പറയുന്നത്, നിങ്ങളുടെ അറിവ് അതിൽ ഒതുങ്ങി നിൽക്കരുത്, ഇതിനപ്പുറത്തേക്ക് ചില അറിവുകളുണ്ട്, അതുകൂടെ സമ്പാദിക്കണം എന്ന രീതിയിലാണ്. അല്ലാതെ ഇൽമുൽ കലാമിനെ നിഷേധിക്കുകയല്ല. ക്ലിയർ ആയില്ലേ? അവരുടെ അറിവ്, സൂഫികളുടെ ശൈലിയും ഇൽമുൽ കലാമിന്റെ ശൈലിയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇൽമുൽ കലാമിന്റെ ശൈലി എന്ന് പറയുന്നത് ഈ വസ്തുക്കളെ കണ്ടിട്ട് അതിൽ നിന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കല. ഈ വസ്തുക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇതിനൊരു സൃഷ്ടാവ് ഉണ്ടാകണം. അതേസമയം അവർ കാണുന്നത് അങ്ങനെയല്ല. സൂഫികൾ അവര് അള്ളാഹുവിനെ കണ്ടിട്ട് സൃഷ്ടികളെ കാണാം. അള്ളാഹുവിനാണ് യഥാർത്ഥത്തിൽ വുജൂദുള്ളത്, അള്ളാഹുവിനെല്ലാം വുജൂദ് നൽകി, അപ്പോൾ ഇതൊക്കെ മൗജൂദാണ്. ഈ രണ്ട് ശൈലിയും ഒരുമിച്ച് കൂട്ടണം എന്നാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസിയോട് ആര് പറയുന്നത്? മുഹീദ്ദീൻ ഇബ്നു അറബി റഹിമഹുല്ലാഹ് പറയുന്നത്. അല്ലാതെ ഒന്ന് തെറ്റാണ് എന്നല്ല. തെറ്റാണ് എന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവര് നമ്മൾ നേരത്തെ പറഞ്ഞ തഖ്രീറുൽ അഖായിദ് വദഫ്ഉ ശുബ്ഹാത്ത്, ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളെ സമർത്ഥിക്കുക, അതിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുക, ഈ അർത്ഥത്തിലുള്ള ഇൽമുൽ കലാമിനെ സൂഫികൾ വിമർശിക്കുകയില്ല, വിമർശിച്ചിട്ടുമില്ല. അങ്ങനെ അവരെങ്ങാനും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. കാരണം ഒരു സൂഫിക്കും ഒരാൾക്കും അത് വിമർശിക്കാൻ പറ്റൂല. മനസ്സിലായോ? ഇസ്ലാമിന്റെ കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുക, അതിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുക, ഈ അർത്ഥത്തിലുള്ള ഇൽമുൽ കലാമിൽ ഒരു സൂഫിയും വിമർശിച്ചിട്ടില്ല, വിമർശിക്കാൻ പാടുമില്ല. ഏതെങ്കിലും സൂഫി വിമർശിച്ചു പോയാൽ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഹിസാബ് ഉണ്ടാകും. അള്ളാഹു തആല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷയും ഉണ്ടാകും. ഇമാം ഷഅറാനി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ ഉഹൂദുൽ മുഹമ്മദിയ്യ എന്ന് പറഞ്ഞ കിതാബുണ്ട്. ഉഹൂദ് പറഞ്ഞാൽ ഉടമ്പടി, കരാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചെയ്ത കരാറുകളെ കുറിച്ച് പറയുന്ന കിതാബാണ്. അതിൽ അവർ പറയുന്നുണ്ട്,
ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഇൽമുൽ കലാമിൽ ചെലവഴിക്കുന്നത് കണ്ടാൽ അദ്ദേഹം മഗ്റൂർ വഞ്ചിതനായി പോയി എന്ന് നീ കരുതരുത്. അദ്ദേഹം വലിയ സേവനമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു വിശദീകരണം ഉഹൂദുൽ മുഹമ്മദിയയിൽ കാണാം. അപ്പം അബ്ദുൽ വഹാബ് ഷാറാനി എന്ന് പറയുന്നത് വലിയ സൂഫിയാണ്, എല്ലാവരും അംഗീകരിക്കുന്ന സൂഫി. അപ്പൊ അവരുടെയൊക്കെ നിലപാട് ഇത് തന്നെയാണ്. മാത്രമല്ല സൂഫികൾക്കും ഇൽമുൽ കലാമിന്റെ ആവശ്യമുണ്ട്. സൂഫികൾ റിയാദയിലിരിക്കുമ്പോ അതുപോലെ ഹൽവത്തിലിരിക്കുമ്പോ അവർക്ക് ഒരുപാട് വിഷയങ്ങൾ വെളിപ്പെടും. അവരൊരുപാട് വെളിച്ചങ്ങൾ കാണും, അല്ലെങ്കിൽ മറ്റു പല വസ്തുക്കളും കാണും. ഇതെല്ലാം അള്ളാഹു ആണെന്ന് അവർ തെറ്റിദ്ധരിക്കും. അതെങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് ഇമാം അബുൽ ഖാസിമുൽ ഖുശൈരി റഹിമഹുല്ലാഹ് അവിടുത്തെ അർ-റിസാലത്തുൽ ഖുശൈരിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഈ മുരീദിന് തന്നെ ബുദ്ധിപരമായി ചിന്തിച്ച് കണ്ടെത്താൻ കഴിയുമെങ്കിൽ ശൈഖ് അതിൽ ഇടപെടേണ്ടതില്ല. കാരണം അദ്ദേഹം ബുദ്ധി വെച്ചിട്ട് കണ്ടെത്തും. ഇനി ഈ മുരീദ് അത്ര തന്നെ വിവരമില്ലാത്ത, ബുദ്ധിപരമായ കാര്യങ്ങൾ ശരിക്കും വിലയിരുത്താൻ കഴിയാത്ത ആളാണെങ്കിൽ ശൈഖ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ശൈഖ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം കണ്ടെത്തുന്നത് അത് ഇൽമുൽ കലാമിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ബുദ്ധി ഉപയോഗിച്ചിട്ടല്ലേ ഈ മുരീദ് കണ്ടെത്തുന്നത്. ഇത് അള്ളാഹു അല്ല. അള്ളാഹു എന്ന് പറയുന്നത് ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവും ഇല്ല. അതുപോലെ മഹ്മാ തസവ്വർത ബിദാലിക ഫല്ലാഹു ഗൈറു ദാലിക, നീ നിന്റെ മനതലത്തിൽ എന്തൊക്കെ രൂപപ്പെടുത്തിയാലും അള്ളാഹു തആല അതിൽ നിന്ന് സമ്പൂർണ്ണമായി വ്യതിരിക്തനാണ്. അതൊന്നും അള്ളാഹു അല്ല. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ മുരീദ് കണ്ടെത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ശൈഖ് പറഞ്ഞു കൊടുക്കുക. ഇത് തന്നെയാണ് ഇൽമുൽ കലാം. അപ്പൊ അവർക്കും ഇൽമുൽ കലാം ആവശ്യമാണ്. ഇനി മറ്റൊന്ന്, ഇൽമുൽ കലാമിന്റെ നിരവധി പണ്ഡിതന്മാരെ കുറിച്ച് സൂഫികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വലിയ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. റാസി ഇമാം പോലുള്ള പണ്ഡിതന്മാർ അവരെ കുറിച്ച് വലിയ മദ്ഹ് പറഞ്ഞു. അപ്പൊ അവരെ മദ്ഹ് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അവരാരും പിഴച്ചു പോയവരല്ല. ഈ മുത്തക്കല്ലിമുകളായ പണ്ഡിതന്മാർ സൂഫികൾ തന്നെയാണ് അവരുടെ ഗ്രന്ഥത്തിൽ മദ്ഹ് പറഞ്ഞിട്ടുള്ളത്. ഇമാം അബ്ദുല്ലാഹിൽ യാഫഈ റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോ ചുരുക്കി പറഞ്ഞാൽ സൂഫികളും ഇൽമുൽ കലാമിന് എതിരല്ല. അവര് ഒന്നുകിൽ പറഞ്ഞത് മുരീദിന് അത് നല്ലതല്ല, അല്ലെങ്കിൽ അതുമായി തന്നെ വ്യാപൃതരാകരുത് എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ ആ വിജ്ഞാന ശാഖയെ സമ്പൂർണമായിട്ട് നിരാകരിക്കുകയല്ല അവര് ചെയ്യുന്നത് എന്ന്. ഇനി അടുത്തൊരു വിഷയം, ഈ മുത്തകല്ലിമുകൾ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ ഇവർ തന്നെയാണ് അഹ്ലുസുന്ന. അല്ലെങ്കിൽ അഹ്ലുസുന്ന എന്ന് പറയുന്നതിൽ ഇവരും പെടും. മുത്തകല്ലിമുകൾ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വേറിട്ട ഒരു സത്തമല്ല, അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളാണ്. അഹ്ലുസുന്നത്തിൽ മുഹദ്ദിസുകളുണ്ട്, മുഫസ്സിറുകളുണ്ട്, ഫുഖഹാ ഉണ്ട്. അതുപോലെ മുത്തകല്ലിമുകളും ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരുമുണ്ട്. അതുകൊണ്ടാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ പലയിടങ്ങളിലും പറയും അൽ മുത്തകല്ലിമൂന മിൻ അഹ്ലിസുന്ന, അഹ്ലുസുന്നയിൽപ്പെട്ട മുത്തകല്ലിമിന്റെ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരുണ്ട്. പലയിടങ്ങളിലും കാണാം. അതൊരു തെളിവാണ് ഇവര് അഹ്ലുസുന്നയിൽപ്പെട്ടവർ തന്നെയാണ് എന്നതിന്റെ. പ്രത്യേകിച്ചും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നവവി ഇമാമിന്റെ കിതാബ് തന്നെ നമ്മൾ ഉദ്ധരിക്കാൻ കാരണം അശായറത്തിനെ എതിർക്കുന്ന, മുത്തകല്ലിമുകളെ എതിർക്കുന്നവരാണ് ഇന്നത്തെ വഹാബികൾ. അത് കേരളത്തിലുള്ള വഹാബികളും ഗൾഫ് രാജ്യങ്ങളിലുള്ള സൗദി പോലുള്ള രാജ്യങ്ങളിലുള്ള വഹാബികളും. പക്ഷെ അവരെല്ലാം രണ്ട് ഇമാമാരെ അംഗീകരിക്കും. ഒന്ന് ഇബ്നു ഹജറിൽ അസ്കലാനി, രണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ്. പിന്നെ അവരംഗീകരിക്കുന്ന നവവി ഇമാം പോലും പറഞ്ഞിട്ടുണ്ട് അഹ്ലുസുന്നയുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ മുത്തകല്ലിമുകൾ എന്ന്. അഹ്ലുസുന്നയിൽ നിന്നും വേറിട്ട് പോയ ആളുകളല്ല. സാധാരണ വഹാബികൾ അങ്ങനെയാണ് പറയാ, നഹ്നു അഹ്ലുസുന്ന, ഞങ്ങൾ അഹ്ലുസുന്നയാണ്, അന്തുമുൽ അശായറ, ഞങ്ങൾ അശായറത്താണെന്ന് പറയാം. മനസ്സിലായോ? അത് തെറ്റാ. നബിമാമൊക്കെ പറഞ്ഞതിനാണ്. ഇനി ഇതിന്റെ ഒക്കെ നഗലുകൾ ഇതിലുണ്ട് കേട്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പോലെ വായിക്കുന്നില്ല. ഇനി ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർക്ക് രണ്ട് ശൈലിയും രണ്ട് റൂട്ട് ഉണ്ട് അവരിൽ. ഒന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് ത്വരീഖത്തുൽ മുതഖദ്ദിമീൻ, രണ്ടാമത് ത്വരീഖത്തുൽ മുതാഖിരീൻ. മുതഖദ്ദിമീങ്ങളും മുതാഖിരീങ്ങളും ആരാന്നറിയോ? ഉള്ളവര് ശേഷമുള്ളവരാണ്. അവിടെ കാലഘടന അറിയാമെന്ന് ചോദിച്ചു.
ഹിജ്റ 500-ന് മുന്നുള്ള ആളുകൾ മുത്തഖദ്ദിമുകൾ എന്നറിയപ്പെടും. ഹിജ്റ 500-ന് ശേഷമുള്ള ആളുകൾ മുത്തഅഖിരീങ്ങൾ. ഇത് ഇൽമുൽ കലാമിൽ കിട്ടും. ഫിഖ്ഹിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഫിഖ്ഹിൽ മറ്റൊരു ഇസ്തിലാഹ് ഉണ്ടാകും. അപ്പൊ ഇൽമുൽ കലാമിന്റെ കിതാബുകളിൽ മുത്തകല്ലിമുകൾ മുത്തഅഖിരീങ്ങളായ മുത്തകല്ലിമു എന്ന് പറഞ്ഞാൽ ഹിജ്റ 500-ന് ശേഷമുള്ളവരായിരിക്കും. മുത്തഖദ്ദിം എന്ന് പറഞ്ഞാൽ ഹിജ്റ 500-ന് മുന്നുള്ള ആളുകൾ. ഇതൊരു ഏകദേശ കണക്കാണ്, കൃത്യമായിട്ടല്ല. ഗസാലി ഇമാം വഫാത്താകുന്നത് ഹിജ്റ 505-ലാണ്. ഹിജ്റ 500-ന് മുന്നും അവർ ജീവിച്ചിട്ടുണ്ട്, ശേഷവും ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗസാലി ഇമാമിന് രണ്ട് കൂട്ടത്തിൽ വേണ്ടിയവരുണ്ട്. അവർ മുത്തഖദ്ദിമാണെന്ന് പറഞ്ഞവരുണ്ട്, മുത്തഅഖിറാണെന്ന് പറഞ്ഞവരുണ്ട്. അത് ഈ രണ്ട് കർണലും 2 നൂറ്റാണ്ടിലും ജീവിച്ചത് കൊണ്ടാണ്. അപ്പൊ ഇതൊരു ഏകദേശം കണക്കാക്കാം, കൃത്യമായിട്ട് 500 മാത്രം അല്ല. ഇന്ന് 500 ഇന്നലെ ജനിച്ച ആള് മുത്തഅഖിറാവും, അങ്ങനെ ആയിക്കൊള്ളുന്നുണ്ട്. ഇതിൽ മുത്തഖദ്ദിമാവും അങ്ങനെ ആയിക്കൊള്ളുന്നുണ്ട്. ഒരു ഏകദേശം കണക്ക്. അപ്പൊ ഇവരുടെ റൂട്ട് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ? ആദ്യകാലത്ത് ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സംശുദ്ധമായ വിശ്വാസമായിരുന്നു. പിന്നീട് അല്പം ചെറിയ ചെറിയ വിദഅത്ത് പൊങ്ങാൻ തുടങ്ങി. അല്പം കാലം കൂടെ കഴിഞ്ഞപ്പോൾ മുഅ്തസിലത്ത് വന്നു. മുഅ്തസിലത്ത് വന്നത് സാധാരണ ആളുകളെ പോലെയല്ല. അവരുടെ തെറ്റായ വാദങ്ങൾക്ക് തിയററ്റിക്കലായ ബേസ് ഉണ്ടാക്കി. തിയററ്റിക്കലായ ബേസ് പറഞ്ഞാൽ അവരുടെ വാദങ്ങൾ, അവരുടെ പിഴച്ച വാദം അതിനെ സൈദ്ധാന്തികമായിട്ട് തെളിയിച്ചു. അതിനെ സൈദ്ധാന്തികമായിട്ട് തിയററ്റിക്കലായിട്ട് കായികകളൊക്കെ പറഞ്ഞിട്ട് സമർത്ഥിച്ചവരാണ് മുഅ്തസിലത്ത്. ആ ഒരു ശൈലി മുന്നേ കഴിഞ്ഞു പോയിട്ടില്ല. അവര് ഫിലോസഫിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കടമെടുത്തിരുന്നു. ഇസ്ലാമിന്റെ ആദ്യകാലത്തൊന്നും ഫിലോസഫി ഇല്ല, ഫൽസഫ ഇല്ല. ഫൽസഫ എന്ന് പറഞ്ഞാൽ ഫിലോസഫി അല്ല, അതുപോലെ വ്യത്യാസമുണ്ട്. പണ്ട് കാലത്തെ നമ്മളെ അയ്മത്തിന്റെ കിതാബിലൊക്കെ ഫൽസഫ എന്ന് പറഞ്ഞാൽ ഫിലോസഫിയും പെടും സയൻസും പെടും. ഇത് രണ്ടിനും കൂടെയാണ് എന്ത് പറയാ, ഫൽസഫ എന്ന് പറയാം. അത് രണ്ടും വേർപിരിഞ്ഞിട്ട് അല്പകാലമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ന്യൂട്ടൻ അയാളുടെ പുസ്തകം എഴുതിയപ്പോൾ, സയൻസിന്റെ പുസ്തകം എഴുതിയപ്പോൾ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി എന്നതിന് പേരിട്ട്. അത് സയൻസിന്റെ പുസ്തകമാണ്. അതിന് ഫിലോസഫി എന്ന് പേരിടാൻ കാരണം അന്ന് ഫിലോസഫിയും ഇതും വേർപിരിഞ്ഞിട്ടില്ല. അപ്പോ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാര് ഫൽസഫ രണ്ടും പെടും. ആ ഫൽസഫ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഫൽസഫയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി മുഅ്തസിലത്ത്. അതിൽ കാര്യമായിട്ടുണ്ടായിരുന്നത് അരിസ്റ്റോട്ടിലിയൻ സിദ്ധാന്തങ്ങൾ, അർസ്തതാലീസ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളായിരുന്നു. അതുപോലെ അഫ്ലാത്തൂൻ, പ്ലാറ്റോയുടെ സിദ്ധാന്തങ്ങൾ ഒന്നുകൂടെ ഉഷാറാക്കിയിട്ട് നിയോ പ്ലാറ്റോണിസം. ഇത് രണ്ടുമായിരുന്നു മുഅ്തസിലത്തിന്റെ ബേസ്. അതിനെ ആ ബേസ് വെച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞവരാണ് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി. ആ ഒരു ശൈലി നേരത്തെ അല്ല, മനസ്സിലായോ? ഫിലോസഫി തെളിവുദ്ധരിക്കുന്നവർക്ക് ഫിലോസഫിയുടെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ മറുപടി പറയുക. നേരത്തെ ഉള്ള ശൈലി എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആയത്തോതിയിട്ട് ഹദീസ് ഓതിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ശൈലിയാണ്. പിന്നീടാണ് ഫിലോസഫി കടന്നു വരുന്നത്. അപ്പൊ ആ ശൈലി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാഹ് മറുപടി പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് മാതുരിദി ഇമാം മറുപടി പറഞ്ഞു. ഇങ്ങനെ ഹിജ്റ ഒരു 400 തുടങ്ങി 400കളിലാണ് ഇസ്ലാമിന്റെ ലോകത്തേക്ക് മന്തിക്ക് കടന്നു വരുന്നത്. മന്തിക്ക് ആദ്യകാലത്തില്ല, അശ്അരി ഇമാമിന്റെ കാലത്തൊന്നും ഇല്ല. ഉണ്ടെങ്കിലും അത് ജനങ്ങളുടെ ഇടയിൽ പ്രചാരം ലഭിച്ചിട്ടില്ല. അത് പിൽക്കാലത്ത് ഇമാമുൽ ഹറമൈനിയുടെ കാലവും കഴിഞ്ഞ് ഗസാലി ഇമാമിന്റെ കാലത്താണ് ഇസ്ലാമിക ലോകത്ത് മന്തിക്ക് വ്യാപിക്കുന്നത്. അപ്പൊ ഈ മന്തിക്ക് വ്യാപിച്ചപ്പോ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാര് നേരത്തെ പറഞ്ഞു വെച്ച തത്വങ്ങളെ പുനഃപരിശോധിച്ചു മന്തിക്കിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നേരത്തെ ഫലാസിഫത്ത് പറഞ്ഞ പലതും തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. ഉദാഹരണത്തിന് ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, എനർജി ക്രിയേറ്റ് ചെയ്യാനും കഴിയൂല, നശിപ്പിക്കാനും കഴിയൂല. ഇതിന് ആദ്യകാലത്തെ പണ്ഡിതന്മാർ മറുപടി പറയാ തത്വം അംഗീകരിച്ചുകൊണ്ടായി. ഇത് ഒരു സിമ്പിൾ ഉദാഹരണമാണ്, ശരിക്കും ഇല്ലാത്ത ഉദാഹരണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം. ത്വരീഖത്തിൽ മുത്തഖദ്ദിമില് ഇതിന്റെ മറുപടി ആ തത്വം അംഗീകരിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ പിൽക്കാലത്തുള്ള സൂഫികൾ മന്തിക്കൊക്കെ വന്നപ്പോൾ ഇതിന്റെ മന്തിക്കിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം തത്വങ്ങളെ നിരൂപണം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് തെറ്റായതിനെ ഈ തത്വം തെറ്റാണെന്ന് അവർ സമർത്ഥിച്ചു. ഈ ഒരു ശൈലി തുടങ്ങി വെക്കുന്നത് ഇമാം ഗസാലി റഹിമഹുള്ളയാണ്. ഗസാലി ഇമാമിന്റെ ശേഷം ഇമാം ഫഖ്റുദ്ദീൻ റാസി വന്നു. റാസി ഇമാമിന്റെ ശേഷം ബൈളാവി ഇമാം വന്നു. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് ഈ ഒരു ശൈലി കൊണ്ടുവരുന്നത്. അപ്പോൾ ത്വരീഖത്തുൽ മുത്തഖദ്ദിമീന്റെ ശൈലി എന്ന് പറയുന്നത് ഫലാസിഫത്തിന്, സയന്റിസ്റ്റുകൾക്കും അതുപോലെ
ഫിലോസഫിക്കാർക്കൊക്കെ മറുപടി പറയല. പക്ഷെ പലപ്പോഴും അവരുടെ തത്വങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. മനസ്സിലായോ? പിന്നീട് ത്വരീഖത്തുൽ മുതാഖിറിൽ വരുന്ന ശൈലി എന്ന് പറയുന്നത് അവരുടെ തത്വങ്ങളെ നിരൂപിച്ച് അതിൽ തെറ്റായത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പിൽക്കാലത്തുള്ള ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഫിലോസഫിയുടെ ചർച്ചകൾ നിരവധി ഉണ്ടാകും മറ്റുള്ള ഗ്രന്ഥങ്ങളിലേക്കാളും. കാരണം ഇവർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തൽ കൂടെ ആരെ കിതാബിലുണ്ടാവും? മുതാഖിരീങ്ങളെ കിതാബിൽ. അതാണ് ചില കിതാബിലൊക്കെ പറയും മുതാഖിരീങ്ങളെ കിതാബ് നോക്കിയാൽ ഇതിൽ ഇൽമുൽ കലാം ഏതാണ്, ഇൽമുൽ ഫൽസഫ ഏതാണ് എന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല എന്ന്. അതിന്റെ കാരണം ഇതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ രണ്ട് ശൈലികളുണ്ട്. ഇനി അതിന് നേതൃത്വം കൊടുത്ത ആളുകളും മറ്റ് വിവരങ്ങളൊക്കെ ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിലത് കൊടുത്തിട്ടുണ്ട്, നോട്ടിലുണ്ട് കേട്ടോ, അത് വായിച്ചാൽ. ഇനി ഇൽമുൽ കലാമിന്റെ ക്രോഡീകരണം. ആദ്യകാലത്ത് സഹാബത്തിന്റെ കാലത്ത് ഇൽമുൽ കലാമില്ല. പിന്നെ എങ്ങനെയാണ് ഈ മുസ്ലിം ഉമ്മത്തിൽ ഇൽമുൽ കലാം വന്നത്? അതിന്റെ മറുപടി ശറഹുൽ അഖായിദ്, അതുപോലെ ഫതാവൽ ഹദീസിയ, ശറഹുൽ മവാഖിഫ്, ഇങ്ങനെയുള്ള നിരവധി ഗ്രന്ഥങ്ങളിലുണ്ട് ഇൽമുൽ കലാമിന്റെ ക്രോഡീകരണ ചരിത്രം. അത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സഹാബത്തിന്റെ കാലത്ത്, നബിതങ്ങളുടെ കാലത്ത് ഇൽമുൽ കലാം ക്രോഡീകരിക്കേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു. എന്തുകൊണ്ട്? അവരുടെ വിശ്വാസം സംശുദ്ധമായിരുന്നു, കളങ്കരഹിതമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇഷ്കാലുകൾ വന്നാൽ അത് തീർക്കാൻ നബിതങ്ങൾ അവിടെയുണ്ട്. ഇനി നബിതങ്ങൾ വഫാത്തായതിന്റെ ശേഷമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വന്നാൽ അത് തീർക്കാൻ അകാബിറു സഹാബത്തിൽ നല്ല അറിവുള്ള ആളുകളുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ പിൽക്കാലത്തേക്ക് പണ്ഡിതന്മാർ ഒരുപാട് നാടുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ആ നാട്ടിൽ കുറച്ച് പണ്ഡിതന്മാരെ ഉണ്ടാവുള്ളൂ. യാത്രകൾ വർദ്ധിച്ചു. മാത്രമല്ല ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരാൻ തുടങ്ങി. പണ്ട് കാലത്തതിനേക്കാളും ഒരുപാട് പ്രവിശ്യകളിലേക്ക് ഇസ്ലാം കടന്നു ചെയ്തു. അപ്പൊ അവിടെ പണ്ഡിതന്മാർ കുറവായിരിക്കും, മറ്റുള്ള മതസ്ഥര് കൂടുതലായിരിക്കും, മുസ്ലിങ്ങളും ഉണ്ടാകും. അപ്പൊ ഈ ഒരു സ്ഥിതിവിശേഷം വന്നപ്പോ മാത്രമല്ല ഇതോടുകൂടെ ഫിലോസഫിയും മറ്റ് നവീന ചിന്താഗതികളൊക്കെ മുസ്ലിങ്ങളുമായിട്ട് ഏർപ്പെടാൻ തുടങ്ങി. മുസ്ലിങ്ങൾ അതുമായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്ഥിതിവിശേഷം മാറി. ഈ ശുബഹകൾ, നവീനവാദങ്ങൾ ഒരുപാട് വന്നു. ഇങ്ങനെ വന്നപ്പോഴാണ് ഇൽമുൽ കലാം എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖക്ക് പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്നത്. അവര് നേരത്തെ നബിതങ്ങൾ പറഞ്ഞു വെച്ച വിശ്വാസം അതിനെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ സമർപ്പിച്ച് ഗ്രന്ഥങ്ങളാക്കി വെച്ചു. അങ്ങനെയാണ് ഇൽമുൽ കലാം എന്ന് പറയുന്ന വിജ്ഞാന ശാഖ ഉണ്ടായി വരുന്നത്. പണ്ട് കാലത്ത് ഇൽമുൽ ഫിഖ് ഇല്ല, ഇൽമുൽ അഖീദയും ഇല്ല, ഫഖീഹ് എന്ന് പറയുന്ന ഒരു പദവിയില്ല, നഹ്വി എന്ന് പറയുന്ന ഒരു പദവി ഇല്ല, അതുപോലെ മുഅർരിഖ്, താരീഖ് പണ്ഡിതൻ അല്ലെങ്കിൽ മുഹദ്ദിസ്, ഇങ്ങനെ ഒന്നുമില്ല, അതുപോലെ മുത്തകല്ലിമും ഇല്ല. ഇതൊക്കെ ആവശ്യം വന്നപ്പോൾ ഇസ്ലാമിൽ ഉടലെടുത്ത വിജ്ഞാന ശാഖകളാണ്. അതുപോലെ തന്നെയാണ് ഇൽമുൽ കലാം. അപ്പൊ സഹാബത്തിന്റെ കാലത്ത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ വലിയ മഹാന്മാരുള്ള കാലത്ത് എന്തുകൊണ്ട് ഇൽമുൽ കലാം ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. പിന്നീട് ആവശ്യം വന്നപ്പോഴാണ് ഇൽമുൽ കലാം അതിന്റെ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചത് എന്ന് ചുരുക്കം. ഇനി ഈ ഇൽമുൽ കലാം ഇത്ര വലിയ വിജ്ഞാന ശാഖയാണെങ്കിലും അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് സ്വയം പഠിക്കരുത്. സ്വയം പഠിക്കുന്നത് ഏത് വിജ്ഞാന ശാഖയാണെങ്കിലും വലിയ അപകടമാണ്. കരിനാഗം കൊണ്ട് ചികിത്സിച്ച കഥ അറിയില്ലേ? ഒരു വൈദ്യരുണ്ടായിരുന്നു. വൈദ്യർ എന്ന് പറയുന്ന ബിഷങ്കരൻ, ഒരു ഡോക്ടർ. ഇത് ശരിക്കും നടന്ന കഥയാണെന്ന് തോന്നുന്നു, കിതാബിലൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം വൈദ്യശാസ്ത്രം ഗ്രന്ഥപാരായണം നടത്തി പഠിച്ച ആൾ, ഒരു ഉസ്താദിൽ നിന്ന്, ഒരു ഗുരുവിൽ നിന്ന് പഠിച്ച ആളല്ല. അങ്ങനെ അദ്ദേഹം ഒരു ഹദീസ് കണ്ടു. അൽ ഹയ്യത്തു സൗദാഉ ശിഫാഉൻ മിൻ കുല്ലി ദാഇൻ. കരിനാഗം, കറുത്ത പാമ്പ് എന്ന് പറയുന്നത് അത് എല്ലാ രോഗത്തിനുമുള്ള ചികിത്സയാണ്. അദ്ദേഹം ഈ ഹദീസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചികിത്സിക്കാൻ തുടങ്ങി. പല ആളുകളെയും പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു. പല രീതിയിലുള്ള ചികിത്സ, എല്ലാവരും മരിച്ചുപോയി. ഒരുപാട് ആളുകൾക്ക് വലിയ രോഗങ്ങൾ വന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അൽ ഹയ്യത്തു സൗദാഹ് എന്നല്ല ഹദീസിലുള്ളത്, അൽ ഹബ്ബത്തു സൗദാഹ്, കരിഞ്ജീരകം എന്നാണുള്ളത്. ഒരു പുള്ളി ഏറിപ്പോയതാണ്. അപ്പോൾ ഇതെന്താ പ്രശ്നം? സ്വയം വായിച്ച് പഠിച്ച വ്യക്തിയായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ശറഹുൽ മുഅദ്ദബിന്റെ തുടക്കത്തിൽ
നബിമാവ് പറയുന്നത് കാണാം, സ്വയം വായിച്ച് പഠിച്ച ആളിൽ നിന്ന് നീ അറിവ് പഠിക്കരുത്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ശരി ഉണ്ടാകുമെങ്കിലും ആ ശരിയേക്കാൾ തെറ്റുകളാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടാവുക. അപ്പൊ ഏത് വിജ്ഞാന ശാഖയാണെങ്കിലും വായിച്ചു പഠിക്കാൻ പാടില്ല സ്വയം. അതുപോലെ തന്നെയാണ് ഇൽമുൽ കലാം. എന്നാൽ ഇൽമുൽ കലാം ഒന്നുകൂടെ ഗൗരവമാണ്, മനസ്സിലായോ? അത് ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ ഫതാവൽ ഹദീസിയയിൽ പറയുന്നുണ്ട്, ഇൽമുൽ കലാം വായിച്ചു പഠിക്കാൻ പാടില്ല. ഏത് വിജ്ഞാന ശാഖയും അങ്ങനെ തന്നെയാണ്. ഇത് പ്രത്യേകം പറയാൻ കാരണം കൂടുതൽ ഗൗരവമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ തിബ് അല്ലെങ്കിൽ താരീഖൊക്കെ വായിച്ചു പഠിച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വരുള്ളൂ. നമുക്ക് ചരിത്രപരമായ ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായ ഒരു തെറ്റ് പറ്റി എന്നേ ഉണ്ടാവുള്ളൂ. അതേസമയം ഇൽമുൽ കലാമിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വയം വായിച്ചു പഠിച്ചാൽ നമ്മളെ വിശ്വാസം തന്നെ മാറിപ്പോകും. അങ്ങനെ നമ്മൾ ആഖിറത്തിൽ പരാജിതരിൽ ഉൾപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇൽമുൽ കലാമിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വയം വായിച്ചു പഠിക്കരുത്, അതൊരു ഉസ്താദിൽ നിന്നേ പഠിക്കാവൂ എന്ന് വളരെ ഗൗരവത്തോടു കൂടെ ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ പറയുന്നത് കാണാം. ഇനി ഇവർ തെളിവുകൾ നിരത്താന്ന് പറഞ്ഞല്ലോ. തെളിവുകൾ രണ്ട് രീതിയിലുണ്ട്. ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്ന തെളിവ്, ഒന്ന് അദ്ദലീലുൽ ബുർഹാനി, അദ്ദലീൽ അൽ ബുർഹാനി. രണ്ട് അദ്ദലീലുൽ ഖത്താബി, ബുർഹാനിയായ തെളിവും ഖത്താബിയായ തെളിവും. ഈ രണ്ട് തെളിവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബുർഹാനിയായ തെളിവാകുമ്പോൾ അതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. സംശയമില്ലാത്ത രീതിയിൽ സമ്പൂർണമായിട്ട് അത് തെളിയിക്കാം. അതേസമയം ഖത്താബിയായ തെളിവാകുമ്പോൾ അത് തെളിവ് തന്നെയാണ്, പക്ഷെ അതിൽ സംശയം ഉണ്ടാകും. ആ സംശയത്തിന് മറുപടി ഉണ്ടാകും. ഉദാഹരണത്തിന് ലൗകാലം ഫീഹിമാ ആലിഹത്തുൻ ലഫസദത്ത, ആകാശഭൂമികളിൽ വാനഭുവനങ്ങളിൽ അള്ളാഹു അല്ലാത്ത ഒരു ദൈവമുണ്ടായിരുന്നുവെങ്കിൽ ഈ ആകാശവും ഭൂമിയും ഇന്ന് കാണുന്നത് പോലെ നിലനിൽക്കുമായിരുന്നില്ല. ഇതുപോലെ ഖത്താബിയായ തെളിവാണ്, മനസ്സിലായോ? അപ്പൊ അവിടെ ഇസ്കാരം ഉണ്ടാവും. എന്താ, രണ്ട് ഇലാഹുണ്ട്, രണ്ടാളും ഒരുമിച്ച് പോയിക്കൂടെ എന്നൊരു ഇസ്കാരം ഉണ്ടാവും. ആ ഇസ്കാലിന് മറുപടിയുണ്ട്. അപ്പൊ ഇത്തരം തെളിവുകളാണ് ഖത്താബിയായ തെളിവ് എന്ന് പറയുന്നത്. ബുർഹാനിയായ തെളിവ് എന്ന് പറയുന്നത് വിശദീകരിക്കും. നിങ്ങൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ വാവസ്ഥാന്റെ കിതാബിലൊക്കെ ഉണ്ട്. ഇതിന്റെ വിശദീകരണം പഠിച്ചില്ലേ? രണ്ട് ഇലാഹ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അവിടെ പറയുന്ന വിശദീകരണം, അല്ലെങ്കിൽ നമ്മൾ ഇൽമുൽ കലാമിന്റെ കിതാബിൽ പറയുന്ന വിശദീകരണം, അത് ബുർഹാനിയായ തെളിവാ. അതിങ്ങനെ കുറച്ച് സമയമെടുക്കും മനസ്സിലാകാൻ. ഇത്ര പെട്ടെന്ന് പറഞ്ഞു തീരൂല. മനസ്സിലായാലോ അതിൽ യാതൊരു ഇഷ്കാരം ഉണ്ടാവില്ല. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള തെളിവുണ്ട്. ഖുർആനിന്റെ ശൈലി എന്ന് പറയുന്നത് ബുർഹാനിയായ തെളിവിനെ ഖത്താബിയായ തെളിവായിട്ട് അവതരിപ്പിക്കാം, മനസ്സിലായോ? ഇപ്പൊ ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ വാനഭൂവനങ്ങൾ ഈ രീതിയിൽ നിലനിൽക്കുമായിരുന്നില്ല എന്ന് പറയുന്നത് അത് ശരിക്കും ഖുർആനിയായ തെളിവാ. പക്ഷെ ഖുർആനിൽ അത് അവതരിപ്പിച്ചത് എങ്ങനെ? ഖത്താബിയായിട്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഖുർആന്റെ ശൈലിയാണ്. ഖുർആനിൽ രണ്ട് തെളിവുണ്ട്. അധിക തെളിവുകളും ഖത്താബിയായിട്ടായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക. ഇനി ഈ രണ്ട് തെളിവ് കൊണ്ടുള്ള ഉപകാരം എന്താ? ബുർഹാനിയായ തെളിവാകുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ചില തെളിവുകളൊക്കെ ബുർഹാനും തമാനും ഒക്കെ പഠിച്ചോ? ഇല്ല. അതൊക്കെ പഠിക്കും. ബുർഹാനും തസൽസുലി തമാനോൾ ഇങ്ങനെ ഓരോ സംഗതികളുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും അത് മനസ്സിലാക്കാൻ. അതേസമയം ഇത്തരത്തിലുള്ള തെളിവുകൾക്ക് വേറെ ഉദാഹരണം പറയാം. ഇതൊക്കെ എല്ലാത്തിനും ബോഡി ഉണ്ടാക്കാൻ ഒരാൾ വേണം, ഇതുണ്ടാക്കാൻ ഒരാൾ വേണം, മൊബൈൽ ഉണ്ടാക്കാൻ നമ്മളുണ്ടാക്കാൻ ആൾ വേണം, ലോകത്തുണ്ടാക്കാൻ മാത്രം ആൾ വേണ്ടേ? അതൊരു തെളിവാ. പക്ഷെ തിരിച്ചു ചോദിച്ചാലോ, എന്താ ഇതിനെല്ലാം ഇലാഹ് വേണം, ഇതിനെല്ലാം ഉണ്ടാക്കാൻ ഒരാൾ വേണം, അതുകൊണ്ട് എല്ലാത്തിനും വേണമെന്ന് എങ്ങനെ കിട്ടിയത്? മനസ്സിലായോ? അപ്പൊ ഈ ഖത്താബിയായ തെളിവുകൾ ഇസ്കാല് വരും. ആ ഇസ്കാലിൽ എന്തുണ്ടാവും? മറുപടിയും ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് തെളിവുകളും നമ്മൾ അറിയണം. ഇതിൽ അശായറത്ത് കൂടുതലും അവതരിപ്പിക്കുക ബുർഹാനിയായ തെളിവുകളാണ്. അശ്അരി പണ്ഡിതന്മാർ. മാതുരിദികൾ അധികവും അവതരിപ്പിക്കുക ഖത്താബിയായ തെളിവുകളാണ്. അതിന് കാരണമുണ്ട്. അത് നമുക്ക് വേറെ ക്ലാസ്സുകളിൽ വേണം പറയാം. അത് ചരിത്രപരമായ കാരണം. അപ്പൊ ഈ ഖത്താബിയായ തെളിവുകളാകുമ്പോൾ ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ഇങ്ങനെ അധികം ചിന്താശേഷി ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ മേഖലകളിലായിരിക്കും കൂടുതൽ പ്രാവീണ്യം ഉണ്ടാവുക.
ഈ ഇൽമുൽ കലാമിന്റെ വിഷയങ്ങൾ തന്നെ പഠിച്ചിരിക്കുക എന്നുള്ള അവരുടെ ശൈലിയല്ല. അത്തരം ആളുകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ശൈലിയാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ തെളിവാണ് ഖത്താബിയായ തെളിവ്. മനസ്സിലായോ? അവർക്കൊരു പക്ഷേ നമ്മളെ കിതാബിൽ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ തെളിവ് പറയുമ്പോൾ അവർക്ക് ചടച്ചു പോകും. രണ്ട് തെളിവുകളും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഉപയോഗിക്കേണ്ടത് പോലെ ഉപയോഗിക്കണം. ഖുർആനെ ശൈലിയാണ് സ്വീകരിച്ചത്. ഖുർആനിയായ തെളിവാണെങ്കിലും പലപ്പോഴും അതിനെ അവതരിപ്പിക്കുക ഏതായിട്ടായിരിക്കും? ഖത്താബിയായിട്ടായിരിക്കും. ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട മറ്റൊരു ശുബഹയാണ് ഇൽമുൽ കലാമ് പാടില്ല എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നത്. നിങ്ങൾ മിസ്കാത്തിൽ ഓതിപ്പോയവരെ ഹദീസിൽ കാണാം, പിശാച്ച് വരും എന്നിട്ട് പറയും ഇതിനാരാ സൃഷ്ടിച്ചത്, അങ്ങനെ അള്ളാഹു ആണെന്ന് പറയും. എന്നിട്ട് എന്ത് ചോദിക്കും? അങ്ങനെയാണെങ്കിൽ മൻ ഖലഖല്ലാഹ്, ദൈവത്തെ ആര് സൃഷ്ടിച്ചു, അള്ളാഹുവിനാര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കും. ആ ഒരു ചോദ്യം നിങ്ങളെ മനസ്സിലേക്ക് വന്നാൽ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിങ്ങൾ അതിന്റെ മറുപടി ചിന്തിച്ച് കണ്ടെത്തണം എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്ത് പറയണമെന്നാ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണമെന്ന്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ചില ശാരീഹികൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇൽമുൽ കലാം പാടില്ല എന്നതിന് ഈ ഹദീസ് തെളിവാണ്. കാരണം നബി തങ്ങൾ ചിന്തിക്കാനാ പറഞ്ഞത്, അത് ശരിയല്ല. ആ ഹദീസ് ഇൽമുൽ കലാമിനെതിരല്ല. എന്തുകൊണ്ട്? ആ ഹദീസ് അയിമത്ത് കൊണ്ടുവന്നത് വസ്വാസിന്റെ ബാബിലാണ്. വസ്വാസ് എന്ന് പറയുന്നത് സംശയമല്ല. ശെക്കും വസ്വാസും തമ്മിൽ വ്യത്യാസമുണ്ട്. ശെക്കാകുമ്പോൾ അത് ഒരുപാട് നേരം ഉണ്ടാകും, മാത്രമല്ല അത് യഥാർത്ഥത്തിലുള്ളതായിരിക്കും. വസ്വാസ് പലതും തോന്നലായിരിക്കും, അതിന് യാഥാർത്ഥ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വസ്വാസിന് ചികിത്സയായിട്ട് സൈക്കോളജിയിലും നമ്മുടെ ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാര് ഫത്താവൽ കുബ്രയിലൊക്കെ പറഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ എഴുറാവു അനുഭവം. അതിനെന്ത് ചെയ്യാം? നെവർ മൈൻഡ് ചെയ്യാം. നമുക്ക് വാതിൽ കുറ്റിയിട്ടണോ സംശയം, കുറ്റിയിട്ട് വന്ന് പിന്നെയും സംശയം, വാതിൽ കുറ്റിയിട്ടണോ, നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പെട്ടി അടച്ചോ, വീണ്ടും പോയി നോക്കി. അപ്പൊ എന്താ ഇത്തരം ഈ ചിന്തകൾ വരുമ്പോൾ അതിനെ നെവർ മൈൻഡ് ചെയ്യുക എന്നതാണ് അതിന്റെ പോകാൻ വഴി, അതിന്റെ പ്രതിവിധി. സൈക്കോളജിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്, പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വസ്വാസ് എന്ന് പറയുന്നത് അതിന്റെ ചികിത്സ ഇങ്ങനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക, അതുപോലെ അതിനെ നെവർ മൈൻഡ് ചെയ്യുക എന്നതാണ് ആ പറയുന്നത്. ഹദീസിൽ പറഞ്ഞ വസ്വാസിനെ കുറിച്ചാണ്. അതേസമയം സംശയമുണ്ടെങ്കിൽ അത് തീർക്കണം. അത് വിശദമായിട്ട് ഫത്ഹുൽ ബാരിയിൽ ആ ഹദീസ് ഉദ്ധരിച്ച്, ഫത്ഹുൽ ബാരിയില്ല സഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസ് ഉണ്ട്, ഈ പറയുന്ന ഹദീസ്. അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് ഇത് വസ്വാസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോ ചില ശാരിഹികൾ പറഞ്ഞതുപോലെ അത് ഇൽമുൽ കലാമിന് നബി തങ്ങൾ എതിർത്തതല്ല, ആ ഹദീസ് ഇൽമുൽ കലാമിന് എതിരല്ല എന്ന്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മളെ അശ്അരി പണ്ഡിതന്മാർ ഇപ്പൊ ഇൽമുൽ കലാമിന് വ്യത്യസ്തമായ മദ്ഹബുകളുണ്ട്. ഫിഖ്ഹിലെ മദ്ഹബാണ് ശാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇങ്ങനെയുള്ള മദ്ഹബുകൾ. തസവ്വുഫിലെ മദ്ഹബാണ് ഖാദിരി മദ്ഹബ്, ശാദിലി മദ്ഹബ്. അതിന് ത്വരീഖത്ത് എന്ന് പറയും. മദ്ഹബ് അതേ അർത്ഥത്തിൽ തന്നെയാണ്, മനസ്സിലായോ? അപ്പൊ അതുപോലെ അഖീദയിലെ മദ്ഹബാണ് ഏതൊക്കെ? മാതുരിദി ഇമാമിന്റെ മദ്ഹബും അശ്അരി ഇമാമിന്റെ മദ്ഹബും. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് മദ്ഹബുകൾ. ഇതല്ലാത്തൊരു മദ്ഹബും ഉണ്ട്, അൽ അസരിയ എന്ന് പറയും. അൽ അസരിയ പക്ഷെ അത് കൂടുതലായിട്ട് അറിയപ്പെടാറില്ല. ജൗഹറത്തു തൗഹീദിന്റെ ചില ശുറൂഹുകളിലൊക്കെ അഹ്ലുസുന്നയെ മൂന്നായിട്ട് എണ്ണിയിട്ട്, ഒന്ന് അശായിറത്ത്, രണ്ട് മാതുരിദിയ്യത്ത്, മൂന്ന് അൽ അസരിയ എന്ന് പറയുന്നത് കാണാം. അൽ അസരിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസം വ്യത്യസ്തമായ വിശ്വാസമല്ല, അശായിറത്തിന്റെയും മാതുരിദിയ്യത്തിന്റെയും വിശ്വാസം തന്നെയാണ് അവരുടെ. അതോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് അസരിയ എന്ന് പറയുന്നത് ആ അയിമ്മത്ത് പറഞ്ഞ അസരിയത്തല്ല. ഇന്ന് വഹാബികൾ അവരെ കുറിച്ച് അസരിയ എന്ന് പറയുന്നുണ്ട്, മനസ്സിലായോ? ഏതുപോലെ ഞങ്ങൾ അഹ്ലുസുന്നയാണെന്ന് വഹാബികൾ പറയും,
അതുപോലെ ഞങ്ങൾ അസരിയത്താണ് എന്ന് വഹാബികൾ പറയുന്നത് കാണാം. അവരുടെ ഒരുപാട് സൈറ്റുകളിലും മറ്റൊക്കെ പോയി അങ്ങനെ കാണും. അപ്പൊ നമ്മൾ ജൗഹറത്തു തൗഹീദിന്റെ കിതാബുകളിൽ പറയുന്ന ആ അസരിയല്ല എന്നുള്ള അസരിയത്ത് ഈ ആ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെ പ്രയോഗിക്കുന്നവരെല്ലാം അന്ന് പറഞ്ഞ അസരിയത്തല്ല എന്ന്. ഇനി ഒരു സംശയം ഉണ്ടാകും. ഇപ്പൊ 3 മദ്ഹബുണ്ട് അഖീദയിൽ എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു അഖീദയിൽ വ്യത്യാസം വരാൻ പാടില്ല. അഖീദ ഫാക്റ്റുകളാണ്, റിയാലിറ്റികളാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ഒരു സംശയം, മറ്റൊരു സംശയമുള്ള എന്താ, ഫിഖ്ഹിൽ തഖ്ലീദ് പറ്റും ഇജ്തിഹാദിന് കഴിവില്ലാത്ത ആളുകൾക്ക്, അഖീദയിലോ തഖ്ലീദ് പറ്റില്ല. ചിന്തിച്ച് കണ്ടെത്താൻ കഴിയുന്ന ആളുകൾക്ക് ചിന്തിച്ച് കണ്ടെത്തൽ നിർബന്ധമാണ്. അപ്പൊ പിന്നെ നമ്മളെങ്ങനെയാണ് അശ്അരി ഇമാമ് നമ്മളെ ഇമാമാണെന്ന് പറയാം? 2 ചോദ്യങ്ങൾ മനസ്സിലായോ? അതിന്റെ മറുപടി, അശ്അരി മദ്ഹബ് എന്ന് പറയുന്നതും മാതുരീദി മദ്ഹബ് എന്ന് പറയുന്നതും അസരിയ മദ്ഹബ് എന്ന് പറയുന്നതും ഇതെല്ലാം ഒരേ വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിൽ തമ്മിൽ മാറ്റല്ല. അവർ തമ്മിൽ ചെറിയ ചെറിയ ഖിലാഫുകളുണ്ട്. അതിൽ പല ഖിലാഫുകളും ലഫ്ളിയായ ഖിലാഫാണ്. ചിലത് ലഫ്ളിയായ ഖിലാഫല്ല, അത് വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും അവിടെ നമ്മൾ അശായറത്തിനെ സ്വീകരിച്ചാലും മാതുരീയത്തിനെ സ്വീകരിച്ചാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ഖിലാഫുകളാണ്. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞ വിശ്വാസ കാര്യങ്ങളിൽ ഇവർ തമ്മിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. അശായറത്തും മാതുരീദിയത്തും അസരിയത്തും ഒക്കെ തമ്മിൽ അതൊക്കെ ഒരേ മദ്ഹബ് തന്നെയാണ്. അത് വളരെ വിശദമായിട്ട് ഇമാം താജുദ്ദീൻ സുബ്കി അവരുടെ തബഖാത്ത് ശാഫിയ്യത്തുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നെഗലുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി കിട്ടി. ഇതൊക്കെ ഒരേ വിശ്വാസം തന്നെയാണ്, വ്യത്യസ്തമായ വിശ്വാസങ്ങളല്ല. അഖീദയിൽ ഒരു വിശ്വാസം തന്നെ ഉള്ളൂ എന്ന്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ വിശദീകരിച്ചത്, എങ്ങനെയാണ് നമ്മളൊരു ഇമാമിനെ അഖീദയിൽ തഖ്ലീദ് ചെയ്യുക? അതിന്റെ മറുപടി, അശ്അരി ഇമാമിനെ നമ്മൾ തഖ്ലീദ് ചെയ്യുന്നു അല്ലെങ്കിൽ മാതുരീദി ഇമാമിനെ നമ്മൾ തഖ്ലീദ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം ഫിഖ്ഹിൽ പറയുന്ന തഖ്ലീദ് അല്ല. ഫിഖ്ഹിൽ പറയുന്ന തഖ്ലീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവര് പറഞ്ഞത് അതിന്റെ ശരിതെറ്റുകൾ നോക്കാതെ അങ്ങ് സ്വീകരിക്കുക എന്നതാണ്. മനസ്സിലായോ? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അവര് കണ്ടെത്തി പറയുക. ഇവിടെ അതല്ല. ഇവിടെ നബിതങ്ങൾ കൊണ്ടുവന്ന ഒരു അഖീദയുണ്ട്. ആ അഖീദയെ ശരിയായിട്ട് അതിന്റെ തെളിവുകളൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചത് അശ്അരി ഇമാമും മാതുരീദി ഇമാമുമാണ്. ആ സ്ഥാപിച്ച ശൈലിയിൽ അവരോട്, ആ സ്ഥിരീകരിച്ച ശൈലിയിൽ അവരോട് ഇത്തിബാ ചെയ്യുന്നതാണ്. മനസ്സിലായോ? അതാണ്. അപ്പൊ ആ മൻഹജ് അശ്അരി ഇമാമ് ഇവിടെ ഒരു വിശ്വാസം കൊണ്ടുവന്നു, അതിന് നമ്മൾ ഇത്തിബാ ചെയ്യുന്നു എന്നല്ല. അഖീദയിലെ മദ്ഹബ് എന്ന് പറയുന്നത് ആ ഇസ്തിദ്ലാലിന്റെ മൻഹജ്, തെളിവ് സ്വീകരിക്കുന്നതിന്റെ, ഒരു വിഷയം സമർത്ഥിക്കുന്നതിന്റെ ശൈലി, അതിൽ അവരെ ഇത്തിബാ ചെയ്യുന്നു എന്നതാണ്. മാത്രല്ല ഒരു കാലത്ത് അശ്അരി ഇമാമും മാതുരീദി ഇമാമുമാണ് അഹ്ലു സുന്നത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ അക്കാലത്തെ പണ്ഡിതന്മാരെല്ലാം, അക്കാലത്തെ മുഅ്മിനുകളെല്ലാം ഞങ്ങൾ അശ്അരി ഇമാമിന്റെ ആളാണെന്ന് പറഞ്ഞു. മറ്റുള്ള വിദഅ വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആ രീതിയിലുമാണ് നമ്മൾ അശ്അരി ഇമാമിലേക്ക് ചേർക്കുന്നത്. നമ്മൾ അശ്അരിയാണെന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ വിദഅകളല്ല, നബിതങ്ങൾ കൊണ്ടുവന്ന ആശയം അശ്അരി ഇമാമ് സമർത്ഥിച്ചിട്ടുണ്ട്, അതിനെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നാണ്. ക്ലിയർ ആയോ? ഇനി അശ്അരി മദ്ഹബ് ഇതോടുകൂടെ പറയാനുള്ളത് ചില കിതാബുകൾ കാണാം. അൽ അഖീദത്തു തഹാവിയ്യ, അഖീദത്തു ബാസിൽ അശ്ശബ്, അങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണാം. ജിലാനി തങ്ങളുടെ വിശ്വാസം, തഹാവി ഇമാമിന്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ജിലാനി തങ്ങളുടെ വിശ്വാസങ്ങള്, ബാസിൽ അശ്ശബ് പറഞ്ഞ ജിലാനി തങ്ങളാണ് ഉദ്ദേശം. തഹാവി ഇമാമിന്റെ വിശ്വാസങ്ങൾ ഇതൊക്കെ വിഭിന്നമായ വിശ്വാസങ്ങളല്ല. നേരത്തെ ഇവിടെ അയിമ്മത്ത് പറഞ്ഞു വെച്ച നബിതങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, അത് അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അതിനെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും അവർ എഴുതി വെച്ച ഗ്രന്ഥവും എടുത്ത് പ്രിന്റ് ചെയ്യാം. അപ്പൊ അതിനെന്ത് പേരിടും? അൽ അഖീദത്തു തഹാവിയ്യ, അഖീദത്തു ബാസിൽ അശ്ശബ്. ഇങ്ങനെയാണ്. അല്ലാതെ അവര് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസം അവതരിപ്പിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ക്ലിയറായില്ലേ? ഇനി അശ്അരി പണ്ഡിതന്മാരെ നമുക്ക് ചെറുതായിട്ട് ഓരോ പേര് മാത്രം ഒന്ന് പറഞ്ഞു പോവാം. അശ്അരി മാതുരീദി പണ്ഡിതന്മാര്. അശ്അരി ഇമാമിനെ കുറിച്ച് ശൈഖുന എ പി ഉസ്താദ് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടുണ്ടോ ലൈബ്രറിയിൽ?
ഉണ്ടാവും. അപ്പൊ അശ്അരി ഇമാമ് അവരുടെ ഉസ്താദുമാരിൽ പ്രധാനപ്പെട്ട ആളാണ് അബു ഇസ്ഹാഖിൽ മർവസി, അവർ നമ്മുടെ ഷാഫി പണ്ഡിതനാണ്. അതുപോലെ യഹ്യ ബിൻ സക്കരിയ അസ്സാജി, മറ്റൊന്നാണ് അബു അലീനിൽ ജുബ്ബായി. ഈ ജുബ്ബായി എന്ന് പറയുന്നത് അശ്അരി ഇമാമിന്റെ ആദ്യകാലത്ത് ഉസ്താദായിരുന്നു. പിന്നെ അദ്ദേഹത്തോട് എതിർത്തുകൊണ്ട് അശ്അരി ഇമാം ഇറങ്ങിപ്പോന്നതാണ്. അദ്ദേഹം മുഅ്തസിലി വിശ്വാസക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിനെതിരെ തന്നെ അശ്അരി ഇമാം കാര്യങ്ങൾ എഴുതി സമർപ്പിച്ചു, ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു ഉസ്താദ് എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസ കാര്യങ്ങളിൽ അശ്അരി ഇമാം അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. ആ നിലക്ക് അവിടെ ഉസ്താദ് എന്ന് പറയുന്നത്. ഇനി അശ്അരി ഇമാമിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാര്, ഒന്ന് അബുൽ ഹസനുൽ ബാഹിരി. അബുൽ ഹസനുൽ ബാഹിരി ഇവരൊക്കെ വലിയ മഹാന്മാരാണ്, സൂഫികളാണ്, വലിയ പണ്ഡിതന്മാരുമാണ്. ഇവരെ കുറിച്ച് വളരെ വിശദമായിട്ട് അറിയണമെങ്കിൽ 2 കിതാബ്. ഒന്ന് തബീയുൽ കദിബിൽ മുഫ്തരി ഫീമാ നസബ അല്ലെങ്കിൽ ഫീമാ നുസിബ ഇലൽ ഇമാമിൽ അശ്അരി, ഇബ്നു അസാക്കിർ റഹിമഹുള്ളയുടെ കിതാബ്. മറ്റൊന്ന് അൽ ബുദൂറു സാഹിറ ഫി തബഖാത്തിൽ അശാഇറ എന്ന് പറയുന്ന കിതാബ്. ഈ 2 കിതാബിൽ ഇവരെ കുറിച്ച് വളരെ വിശദമായിട്ടുണ്ടാവും. നമ്മൾ പേരുകൾ മാത്രം പറഞ്ഞാണ് പോകുന്നത്. അബുൽ ഹസനുൽ ബാഹിരി ഒരു ശിഷ്യനാണ്. മറ്റൊരു പണ്ഡിതനാണ് ഇബ്നു മുജാഹിദ് താഇ. ഇബ്നു മുജാഹിദ് റഹിമഹുല്ലാഹ് വളരെ പ്രശസ്തനായ ഇമാമാണ്. മറ്റൊന്ന് ബുന്ദാർ ബിൻ ഹുസൈൻ സൂഫി, ബുന്ദാറുൽ അശ്അരി എന്നൊക്കെ പറയും. നാലാമത്തത് അലി ബിൻ മുഹമ്മദ് അത്വബരി, തിബരി അല്ല ത്വബരി. ഈ 4 അശ്അരി ഇമാമിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ. ഇനി അവരുടെ അശ്അരി ത്വരീഖിൽ വരുന്ന പ്രധാനപ്പെട്ട അയിമത്തിന്റെ പേര് മാത്രം. ഒന്ന് ഖാദി അബൂബക്കറിൽ ബാക്കില്ലാനി, ബാക്കില്ലാനി ഇമാം എന്ന് പറയും. 2 അൽ ഉസ്താദ് അബൂബക്കർ ഇബ്നു ഫൂറഖ് റഹിമഹുല്ലാഹ്. 3 അൽ ഉസ്താദ് അബൂ ഇസ്ഹാഖിൽ ഇസ്ഫറായിനി റഹിമഹുല്ലാഹ്. 4 അബ്ദുൽ ഖാഹിരിൽ ബഗ്ദാദി. 5 ഇമാമുൽ ഹറമൈനി, അവർ ഓസാലി ഇമാമിന്റെ ഉസ്താദാണ്. 6 ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് മുഹമ്മദിൻ ഗസാലി അത്തൂസി, ഗസാലി ഇമാം. 7 ഇമാം ഫഖറുദ്ദീൻ റാസി. 8 ഖാദി അദ്ദുദ്ദീൻ ലീജി. 9 ഇമാം സഅദുദ്ദീൻ തഫ്താസാനി. 10 സയ്യിദ് ഷരീഫുൽ ദുർജാനി. ഇങ്ങനെ പ്രധാനപ്പെട്ട 10 പണ്ഡിതന്മാരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇതല്ലാത്ത പണ്ഡിതന്മാരും ഇവരുടെ ശേഷവും മശായിഖത്തിൽ വലിയ പ്രഗത്ഭരായ ആളുകൾ വന്നിട്ടുണ്ട്. ഇവരുടെ ചരിത്രം തന്നെ നിങ്ങൾ കൂടുതൽ നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ നോക്കാം. ഇനി അശ്അരി ഇമാമിന്റെ മദ്ഹബിലുള്ള ശിഷ്യന്മാരെയും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെയും പേരുകൾ മാത്രം പറയുന്നു. മാതുരിദി ഇമാമിന്റെ ശിഷ്യന്മാരിൽ പെട്ട ഒരാളാണ് ഇമാം തഹാവി. ഈ തഹാവി എന്ന് പറയുന്നത് അവര് അശ്അരി മാതുരിദി മദ്ഹബുകാരായിട്ട് അവരെ എണ്ണിയവരുണ്ട്. അല്ല, തഹാവി മദ്ഹബ് എന്ന് പറയുന്ന പ്രത്യേകം ഒരു മദ്ഹബ്, അസരിയ മദ്ഹബിന്റെ ഉപജ്ഞാതാവായിട്ട് പറഞ്ഞവരുണ്ട്. ഇന്ന് തഹാവി എന്ന് പറയുന്ന തഹാവി എന്ന് പറഞ്ഞ കിതാബുണ്ട്. അത് പലപ്പോഴും ഉപയോഗിക്കുന്നത് വഹാബികളാണ്. അവർ പറയുന്നത് ഞങ്ങൾ തഹാവി ഇമാമിന്റെ ആളുകളാണ്, തഹാവി ഇമാം അശായിറത്തിനും മാതുരിദിയത്തിനും എല്ലാം എതിരാണ് എന്നാണ് അവർ പ്രചരിപ്പിക്കുക. അവരുടെ നിരവധി പണ്ഡിതന്മാർ അതിന് ശറഹ് എഴുതിയിട്ടുണ്ട്. അതിന് നല്ലൊരു ശറഹ് അശായിറത്തിന്റെ രീതിയിൽ ശറഹ് എഴുതിയ ആളാണ് സയ്യിദ് പൂത. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ്. അശ്ശറഹുൽ കബീർ എന്ന് പറഞ്ഞിട്ട് 2 വഴിയുള്ള കിതാബ് ഉണ്ടാവും. അതിന് 3500-4000 രൂപ ഉണ്ട്, ഇവിടെ കിട്ടും. നല്ല കിതാബ്, അതിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അപ്പൊ തഹാവി ഇമാമിനെ മാതുരിദി മദ്ഹബിൽ എണ്ണിയവരുണ്ട്, അല്ല വ്യത്യസ്തമായ ഒരു മദ്ഹബാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും അവർ അശായിറത്തിനോ മാതുരിദിയത്തിനോ എതിരല്ല. ഇനി 2ാമത്തെ ആളാണ് അബുൽ യസ്രിൻ ബസ്ദവി, ഇമാം ബസ്ദവി റഹിമഹുല്ലാഹ്. 3ാമത്തത് അബുൽ മഈൻ നസഫി, അബുൽ മഈൻ അൻ-നസഫി. 4 ഉമറുൻ നസഫി. ഇവരുടെ കിതാബുകളൊക്കെ നമ്മൾ ഓതുന്നതാണ്. 5 നൂറുദ്ദീൻ സാബൂനി റഹിമഹുല്ലാഹ്. 6 സദറുൽ ശരിയ. 7 ഇബ്നുൽ ഹുമാം. 8 ശൈഖ് സാദ. 9 നമുക്കെല്ലാവർക്കും അറിയുന്ന മുല്ല അലിയിൽ ഖാരി റഹിമഹുല്ലാഹ്. അപ്പോൾ ഇതാണ് മാതുരിദിയത്തിന്റെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാര്.
ചോദ്യം അവസാനം ചോദിക്കല്ലേ ഇതിൽ റെക്കോർഡ് കേട്ടോ. ഇനി ഇപ്പൊ നമ്മൾ ഒരുപാട് പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പണ്ഡിതന്മാർ ആദ്യകാലത്ത് മുഅ്തസിലികളായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ അഖീദയുടെ ഇമാമായ അശ്അരി ഇമാം പോലും ഒരു കാലത്ത് മുഅ്തസിലിയായിരുന്നു. പിന്നീട് അവർ അഹ്ലുസുന്നയുടെ വിശ്വാസത്തിലേക്ക് വന്നു. അഹ്ലുസുന്നയുടെ വിശ്വാസം അവർ സ്ഥാപിച്ചു. അതുപോലെ നിരവധി പണ്ഡിതന്മാരുണ്ടാകാം. അപ്പൊ ഇവരുടെ എല്ലാം ആദ്യകാലത്തെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളിൽ ഇവർ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടാകും. അതെല്ലാം മുഅ്തസിലത്തിന്റെ മദ്ഹബിനോട് യോജിച്ചതായി. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർ ആദ്യകാലത്ത് മുഅ്തസിലി കാലഘട്ടത്തിൽ അവർ പറഞ്ഞതോ എഴുതിയതോ ആയ കാര്യങ്ങളാണ് കാണുന്നത്. അതിൽ നിന്ന് പിൽക്കാലത്ത് അവര് മാറിയിട്ടുണ്ടാവും. ഇമാം ഖഫ്ഫാൽ റഹിമഹുള്ള അങ്ങനെ ഒരു പണ്ഡിതനായിരുന്നു. ഖഫ്ഫാൽ ഇമാമിന്റെ ചില അഭിപ്രായങ്ങൾ കിതാബിൽ കാണാം. അതൊക്കെ അവര് പലതും മുഅ്തസിലി കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ അവരുടെ പിൽക്കാലത്തെ അഭിപ്രായമല്ല, അവരത് മാറിയിട്ടുണ്ടാവും. ഇത് നമ്മൾ ഇൽമുൽ കലാമിന്റെയും ഉസൂലുൽ ഫിഖ്ഹിന്റെയും എല്ലാം ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മുതാല ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്നാണ് അശ്അരി ഇമാമിനെതിരെയുള്ള ഒരു ആരോപണം. അശ്അരി ഇമാമിന് ഉസ്താദില്ല, അശായറത്തിന് ഉസ്താദില്ലാത്തവരാണ് എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, തന്റെ ഉസ്താദായ ജുബ്ബായിയോട് സംവാദം നടത്തി. ആ സംവാദത്തിൽ ജുബ്ബായിയെ പരാജയപ്പെടുത്തിയിട്ടാണ് അശ്അരി ഇമാം വരുന്നത്. അതിന്റെ ശേഷം അശ്അരി ഇമാം സ്വന്തമായിട്ട് അശ്അരി മദ്ഹബ് ഉണ്ടാക്കിയെന്നാണ് പറയുക. അങ്ങനെയല്ല, അതിന്റെ ശേഷം അശ്അരി ഇമാം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അഹ്ലുസുന്നക്ക് സനദ് മുറിഞ്ഞവരല്ല, അല്ലെങ്കിൽ അശായറത്ത് എന്ന് പറയുന്നത് നബിതങ്ങളിലേക്ക് എത്തുന്ന സനദില്ലാത്തവരല്ല. ജുബ്ബായി മാത്രമല്ല ഉസ്താദ്, ജുബ്ബായിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ ശേഷം മറ്റു പണ്ഡിതന്മാരിൽ നിന്ന് അവർ പഠിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ തബക്കാത്തിന്റെ കിതാബുകൾ നോക്കിയാൽ മനസ്സിലാവും. ഇനി ഈ പറഞ്ഞ പല പണ്ഡിതന്മാരും അവരെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ യഥാർത്ഥത്തിൽ അശ്അരികളല്ല. അവരൊക്കെ അശ്അരി ഇമാമിന്റെ വിശ്വാസം തുടക്കകാലത്ത് സ്വീകരിച്ചിരുന്നെങ്കിലും പിൽക്കാലത്ത് അവരൊക്കെ അശായറത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അശ്അരി ഇമാം പറഞ്ഞതിന് അവർ എതിർത്തിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഉദാഹരണം, എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ ഇമാം റാസി റഹിമഹുള്ളയെ കുറിച്ച് ചെയ്തൊരു തിസീസ് ഉണ്ട്. അതിൽ പറയുന്നുണ്ട്, റാസി ഇമാം സ്ട്രിക്റ്റ്ലി അശ്അരി ആയിരുന്നില്ല, കണിശ സ്വഭാവമുള്ള ഒരു അശ്അരി ആയിരുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് അശ്അരി എന്ന് പറയാൻ പറ്റില്ല. കൂടുതൽ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ഫൈലസൂഫ്, ഒരു ഫിലോസഫർ എന്നാണ് റാസി ഇമാമിനെ പറ്റി പറയാൻ പറ്റുക. അതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് അശ്അരി ഇമാം പറഞ്ഞ, അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ അശ്അരി പണ്ഡിതന്മാർ പറഞ്ഞ പലതിനെയും റാസി ഇമാം എതിർത്തിട്ടുണ്ട് എന്നാണ്. ഇതുപോലെ പല അശ്അരി പണ്ഡിതന്മാരെ കുറിച്ചും പറയുന്നത് കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൽമുൽ കലാമിന്റെ ശൈലി എന്ന് പറയുന്നത് നിരൂപണം ചെയ്യുന്ന ശൈലിയാണ്. അപ്പൊ നേരത്തെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അവർ പറഞ്ഞ തെളിവുകളെയും ശേഷം വന്ന പണ്ഡിതന്മാർ നിരൂപണം ചെയ്യും. ആ തെളിവുകൾ തെറ്റാണെന്ന് ഒരു പക്ഷേ പറഞ്ഞേക്കാം. അതുകൊണ്ട് വിശ്വാസം തെറ്റായി കൊള്ളണമെന്നില്ല. കാരണം അശ്അരി ഇമാം അല്ലാഹു തആല ഉണ്ട്, അല്ലാഹു തആല വാഹിദാണ്, ലാ ശരീക ലഹു എന്നതിനൊരു തെളിവ് പറഞ്ഞു നോക്കുക. ആ തെളിവ് റാസി ഇമാം ഗസാലി ഇമാം അംഗീകരിച്ചോളണമെന്നില്ല. ആ അവതരിപ്പിച്ച തെളിവിൽ ഒരു കുഴപ്പമുണ്ട് എന്ന് പറയാം. പക്ഷെ അതേസമയം അവർ അല്ലാഹു വാഹിദാണ്, ലാ ശരീക ലഹു ആണ് എന്നതിനെ നിഷേധിക്കുന്നില്ല, അത് അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോ വിശ്വാസ കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആ തെളിവിൽ ഒരു പക്ഷേ മറ്റു ഇമാമുമാർ അവർ നിരൂപിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അവർ അശ്അരി അല്ല എന്ന് പറയാൻ പറ്റില്ല. അശ്അരി എന്ന് പറയുന്നത് ആ വിശ്വാസ കാര്യങ്ങൾ ഉൾക്കൊള്ളുക, ഇങ്ങനെ നിരൂപണ ശൈലി, നമ്മൾ നേരത്തെ പറഞ്ഞ തക്രീറുൽ അഖായിദ് ദഫ്ഉ ശുബ്ഹാത്ത്, ഈ ശൈലി സ്വീകരിക്കുന്നവരെല്ലാം അശ്അരികളും മാതുരീദികളുമാണ്. ആ നേരത്തെ കഴിഞ്ഞു പോയ ഇമാമിന് തെറ്റിപ്പോയി, അല്ലെങ്കിൽ കൂടുതൽ ശരി ഞാൻ പറഞ്ഞതാണെന്ന് ഇമാം പറയുമ്പോൾ അവർ അശ്അരി അല്ലാതിരിക്കുന്നില്ല എന്ന്. അവര് വിശ്വാസ കാര്യങ്ങളിൽ അവർക്ക് മാറ്റം ഉണ്ടായിരുന്നില്ല, തെളിവുകളിൽ മാത്രമാണ് മാറ്റം ഉണ്ടായിരുന്നത് എന്ന് നേരത്തെ നമ്മൾ ത്വരീഖത്തുൽ മുതഖദ്ദിമീനും ത്വരീഖത്തുൽ മുതഅഖിരീനും പറഞ്ഞല്ലോ. അവിടെ വളരെ വിശദമായിട്ട് ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാ അത് സമർത്ഥിക്കുന്നുണ്ട്. ഇനിയുള്ള ഒരു ചർച്ചയാണ് ഇക്കാലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചർച്ച, തജ്ദീദു ഇൽമുൽ കലാം. ഇൽമുൽ കലാമിനെ പുനഃപരിശോധിക്കണം, ഇൽമുൽ കലാമിനെ മാറ്റിപ്പണിയണം, ഒരു പുതിയ ഇൽമുൽ കലാം അവതരിപ്പിക്കണം എന്നൊരു വാദം. നമ്മൾ നേരത്തെ അയിമ്മത്ത് പറഞ്ഞു വെച്ച ഇൽമുൽ കലാമൊന്നും പര്യാപ്തമല്ല, അതിനെല്ലാം മാറ്റിപ്പണയണം എന്ന് പറയുന്നൊരു വാദം.
അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഖുലാസത്തുൽ ഖൗൽ അതിൻ്റെ ഏറ്റവും നട്സൽ പറഞ്ഞാൽ ഇൽമുൽ കലാം എപ്പോഴും തജ്ദീദിനെ സ്വീകരിക്കുന്ന, മാറ്റത്തെ സ്വീകരിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞു വെച്ച, നബിതങ്ങൾ പഠിപ്പിച്ചു വെച്ച, സഹാബത്തിന് പറഞ്ഞു കൊടുത്ത വിശ്വാസകാര്യങ്ങളെ മാറ്റാൻ പാടില്ല. ആ വിശ്വാസകാര്യങ്ങളെ മാറ്റാതെ ഉപയോഗിക്കുന്ന, അവതരിപ്പിക്കുന്ന ശൈലിയിലും തെളിവുകളിലും എല്ലാം മാറ്റം വരാം. ഒരു കാലത്ത് നമ്മൾ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്ന ഭാഷ അറബിയായിരിക്കാം, അല്ലെങ്കിൽ പേർഷ്യൻ ആയിരിക്കാം. പിന്നീട് ഭാഷ മാറി, ഇപ്പോൾ ഇംഗ്ലീഷാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മലയാളം നമ്മുടെ നാട്ടിൽ. ഇതിനൊന്നും പ്രശ്നമില്ല. ഈ അർത്ഥത്തിലെല്ലാമുള്ള തജ്ദീദ് അത് പറ്റുമെന്ന് മാത്രമല്ല സ്വാഗതാർഹവുമാണ്. അങ്ങനെ ചെയ്യുകയും വേണമെന്ന്. ഇക്കാലത്ത് യുക്തിവാദികൾ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നു, നിരീശ്വരവാദികൾ വർദ്ധിച്ചു വരുന്നു. അവർ സയൻസിനെ കൂട്ടുപിടിക്കുന്നു, സയൻസിന്റെ ടേമുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മളും ആ സയൻസിന്റെ ടേമുകൾ ഉപയോഗിച്ച് തന്നെ മറുപടി പറയണം. ഇത് ഇൽമുൽ കലാമിന്റെ ഒരു തജ്ദീദാണ്. ഈ അർത്ഥത്തിലുള്ള തജ്ദീദ് പറ്റുമെന്നല്ല, അത് ആവശ്യവുമാണ്. നേരത്തെ നമ്മുടെ പണ്ഡിതന്മാരെല്ലാം ഈ അർത്ഥത്തിലുള്ള ഒരു തജ്ദീദ് ചെയ്തവരാണ്. എത്രത്തോളം? നേരത്തെ ത്വരീഖത്തുൽ മുതാഖിരീൻ എന്ന് പറയുന്നത് തന്നെ ഒരു തജ്ദീദാണ്. മുത്തഖദ്ദിമീങ്ങൾ പറഞ്ഞു വെച്ച തെളിവുകളെ പോലും അവർ നിരൂപിച്ചു. അപ്പൊ അത്തരത്തിലുള്ള തജ്ദീദുകൾ സ്വീകാര്യമാണ്, അതിന് പ്രശ്നമില്ല. അതേസമയം നബിതങ്ങൾ കൊണ്ടുവന്ന വിശ്വാസത്തെ മാറ്റുക, തെളിവുകൾ വെച്ചിട്ട്, ഫിലോസഫി പറയുന്ന തെളിവുകൾ, സയൻസ് പറയുന്ന തെളിവുകൾ, അത് വെച്ച് നോക്കിയിട്ട് വിശ്വാസ കാര്യങ്ങളിൽ മാറ്റം വരുത്തുക എന്ന ശൈലി ഇൽമുൽ കലാമിന്റെ ശൈലിയല്ല. അത് ഇൽമുൽ കലാം ആവുകയുമില്ല, അത് ഫലാസിഫത്തിന്റെ ശൈലിയാണ്. ആ അർത്ഥത്തിലുള്ള ഇൽമുൽ കലാമിന്റെ തജ്ദീദ് എന്ന് പറയുന്നത് ശരിയുമല്ല. ക്ലിയർ അല്ലേ പറഞ്ഞത്? മറ്റൊരു ചോദ്യമുള്ളത് ഇക്കാലത്ത് ഇൽമുൽ കലാം ഉണ്ടോ എന്നാണ്. ഇൽമുൽ കലാം എല്ലാ കാലത്തും ഉണ്ട്. ഇക്കാലത്ത് വലിയൊരു മാറ്റം അതിന് വന്നിട്ടുണ്ട്. മറ്റുള്ള കാലങ്ങളെ പോലെയല്ല. നമ്മുടെ കേരളത്തിൽ വന്ന മാറ്റമാണ് ഇൽമുൽ കലാമിന് സംഘടിതമായ രൂപം വന്നു എന്നത്. നമ്മളെ സമസ്ത എന്ന് പറയുന്നത് അത് ഇൽമുൽ കലാമിന്റെ ഒരു പൂർത്തീകരണമാണ്. കാരണം സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം എന്താ? ഇസ്ലാമിന്റെ സംരക്ഷണം. ഇവിടെ വിദ്വത്തുകാർ വർദ്ധിച്ചപ്പോ അവരൊരു സംഘടനാ രൂപത്തിലൊക്കെ വന്നപ്പോ അതിനെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ സംഘടനാ രൂപത്തിൽ വന്ന ഒരു സംഘടനയാണ് സമസ്ത. അപ്പൊ ഇൽമുൽ കലാമിന്റെ പ്രവർത്തനങ്ങൾ, ഇൽമുൽ കലാമിന്റെ ശൈലിയിലുള്ള ഇസ്ലാമിക ദഅവത്ത് അത് ഇക്കാലത്തുമുണ്ട് എന്നല്ല, ഇക്കാലത്ത് നേരത്തെയുള്ള കാലത്തിനേക്കാളും കുറയാത്ത രീതിയിൽ തന്നെ ഗൗരവത്തിലും വളരെ ഉത്സാഹത്തോടു കൂടെ നടക്കുന്ന ഒരു കാലമാണ് ഇക്കാലം. ഇവിടെ ഇപ്പോൾ നമ്മളെ വിദഗ്ധക്കാർ വന്നപ്പോൾ അതിന് ശക്തമായിട്ട് സമസ്ത അതിനെ നേരിട്ടു. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുള്ള വിദഗ്ധക്കാരെയും പുറത്തുള്ള ആളുകളെയും നേരിട്ടു. ഇപ്പോഴും നമ്മളെ ഉസ്താദുമാര് വിദഗ്ധക്കാർക്കെതിരെയും നിരീശ്വരവാദികൾക്കെതിരെയും സമ്മേളനങ്ങളും മറ്റു പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഇൽമുൽ കലാമിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന യുഗം എന്ന് പറയുന്നത് ഇൽമുൽ കലാമിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഒരാൾക്ക് ഈ തഹാവി ഇമാമിന്റെ മദ്ഹബ് ഒരു സെപ്പറേറ്റ് മതമായിട്ട് ഉണ്ടല്ലോ, അതുപോലെ എന്തെണ്ണം സമസ്ത എന്ന് പറയുന്നത് ഇൽമുൽ കലാമിന്റെ ഒരു മദ്ഹബാണ്, ഒരു മദ്രസയാണ് എന്ന് പറയാം, ഒരു സ്കൂൾ ഓഫ് തോട്ടാണെന്ന് പറയാം. എന്തർത്ഥത്തിൽ? അതൊരു സംഘടനാ രൂപം വന്നു. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ എന്താ പറയാം, വ്യത്യസ്ത മദ്ഹബുകളുണ്ട് എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അശായറത്തിന്റെ ശൈലി എന്ന് പറയുന്നത് തഅ്വീൽ അവർ പലപ്പോഴും ചെയ്യും. ഇപ്പൊ യദുല്ലാഹി, അള്ളാഹുവിന്റെ കൈ എന്നതിനർത്ഥമല്ല. അതിന് രണ്ട് ശൈലിയാണുള്ളത്. ഒന്നെന്താ, അതിന്റെ അർത്ഥം നമ്മൾ വെക്കുന്നില്ല, അള്ളാഹു തആലാക്ക് വിട്ടുകൊടുക്കുക, നമ്മളതിങ്ങനെ പോകുക, അതിനപ്പുറം നമ്മൾ ആ വിഷയത്തിൽ ഇടപെടുന്നേ അല്ല. മറ്റൊരു ശൈലി എന്ന് പറയുന്നത് നമ്മളത് ഓതും, അതിന് അനുകൂലമായ അർത്ഥങ്ങൾ വെക്കും. അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ, അല്ല യദ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം കുദ്റത്ത്. അവിടെ ഉദ്ദേശം എന്താ? യദുല്ലാഹി, അള്ളാഹുവിന്റെ കുദ്റത്ത് എന്നാണ്. ഇങ്ങനെ തഅ്വീൽ ചെയ്യുന്ന രണ്ട് ശൈലിയുണ്ട്. അപ്പൊ ഈ തഅ്വീലിനെ പലരും എതിർക്കാറുണ്ട്. തഅ്വീൽ എന്ന് പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതിന്റെ തഅ്വീൽ പറ്റുമെന്നതിനും അല്ല ചെയ്യണമെന്നതിനും ഒക്കെ തെളിവുകൾ നമ്മുടെ കിതാബുകളിൽ പറയും. ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തഅ്വീലിനെ പലരും എതിർക്കാൻ കാരണം അതിനെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. ഇപ്പൊ യദുല്ലാഹി എന്നതിന് കുദ്റത്ത് നമ്മൾ അർത്ഥം കൊടുക്കുന്നത് അല്ലാഹു തആല ഒരു
കാര്യം ഉദ്ദേശിച്ചു അതിന് നമ്മൾ മാറ്റുന്നു എന്നല്ല. തേവീൽ എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ആശയം, നമ്മളൊരു പദത്തിന് നേരത്തെ മനസ്സിലാക്കി വെച്ച ആശയം, ആ ആശയമല്ല ഇവിടെ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇവിടെ നബി തങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയില്ല തേവീൽ. മനസ്സിലായോ? നബി തങ്ങളുടെ ഉദ്ദേശം എന്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ത്, അത് വിവരിക്കലാണ് തേവീല്. അല്ലാതെ അള്ളാഹുവിന്റെ ഉദ്ദേശം ഇവിടെ കൈ തന്നെയാണ് എന്നിട്ട് നമ്മള് കൈയല്ല, അങ്ങനെയല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് പലരും തേവീലിനെ എതിർക്കുന്നത്. അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ത് അത് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു പോലീസുകാരൻ പറയുന്നു ഞാൻ അവനെ സെല്ലിനകത്താക്കി എന്ന് പറഞ്ഞാല് സെല്ലിന് കോശമെന്ന് മാത്രം അർത്ഥം മനസ്സിലാക്കി വെച്ച ഒരാളെന്ന് വിചാരിക്കും അത് തെറ്റാണെന്ന് മനസ്സിലാക്കും, അല്ലെങ്കിൽ അതെങ്ങനെ നടക്കുക എന്ന് വിശ്വസിക്കും. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ സെല്ല് എന്നതിന്റെ അർത്ഥം കോശമെന്നല്ല, ജയില് എന്നതാണ്. ഇവിടെ ഇപ്പൊ ആ പോലീസുകാരന്റെ ഉദ്ദേശം അതാ സെല്ല് എന്നാണ്, എന്നിട്ട് സെല്ല് അല്ല, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. പിന്നെ ആ പോലീസുകാരന്റെ ഉദ്ദേശം ആദ്യമേ കോശമെന്നല്ല, പിന്നെന്താണ്, ജയില് എന്നാണ്. ഇതാണ് തേവീൽ. ഇത് പലപ്പോഴും മുതാലിമുകൾ പോലും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്, എന്താണ് തേവീലിന്റെ ഹഖീഖത്ത് എന്ന് പറയുന്നത്. അപ്പൊ തേവീലിന്റെ യാഥാർത്ഥ്യം, തേവീൽ എന്ന് പറയുന്നത് നബിതങ്ങളുടെ ഉദ്ദേശം എന്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ത്, അത് ഇതാകാം എന്ന് പറയല. അല്ലാതെ അവരുടെ ഉദ്ദേശം ഇതാണ്, ഇതാകാൻ പറ്റൂല, നമ്മൾ മറ്റൊരർത്ഥം തരാം, ഇതല്ല തേവീൽ. മനസ്സിലായോ? അതുകൊണ്ടാണ് പലപ്പോഴും വ്യാഖ്യാന ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് നമ്മളെ എതിർക്കാറുണ്ട് രവിചന്ദ്രന്റെ ആളുകളൊക്കെ. അതിന്റെ പ്രശ്നം എന്താ, അവര് നേരത്തെ ഓരോ പദത്തിനും ഒരു അർത്ഥം കണ്ടെത്തിയിട്ടുണ്ടാവും, ആ അർത്ഥം അവർ കൊടുക്കും. അപ്പൊ അതല്ല നമ്മളെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥമല്ല, നിങ്ങൾ മനസ്സിലാക്കിയ അർത്ഥമല്ല, അതിന് ഈ അർത്ഥം എന്ന് പറയുമ്പോൾ അവരെന്ത് പറയും, ഇത് വ്യാഖ്യാന ഫാക്ടറിയാണെന്ന് പറയും. ശരിക്കും അത് വ്യാഖ്യാന ഫാക്ടറി തന്നെയാണ്. വ്യാഖ്യാന ഫാക്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതല്ല അതിന്റെ അർത്ഥം, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നതിന്റെ അർത്ഥം. മനസ്സിലായി? നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടണില്ല, അപ്പൊ ഇനി വേറെ അർത്ഥം കൊടുക്കാം, അങ്ങനല്ല. അതുപോലെ അള്ളാഹു തആല യദ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം കൈ തന്നെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ അള്ളാഹ് കൈ ഉണ്ടാകാൻ പറ്റൂല, അപ്പൊ പിന്നെ നമ്മൾ ആ ഉദ്ദേശം മാറ്റി. അങ്ങനെയല്ല, അള്ളാഹു തആല കൈ ഉണ്ടാകാൻ പറ്റില്ല, അള്ളാഹിന്റെ ഉദ്ദേശം എന്തല്ല, അവിടെ കൈയല്ല, പിന്നെന്താ ഉദ്ദേശം, അവിടെ രണ്ട് ത്വരീഖുണ്ട്. ഒന്ന് തഫ്വീദ്, ഉദ്ദേശം എന്താ നമ്മൾ വെക്കുന്നില്ല, അത് അള്ളാഹു അലം, അള്ളാഹു അലം ബി മുറാദിഹി ബിദാലിക. മറ്റൊന്നോ ഇതാകാം, ഇതാകാം, നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. ഇതാണ് തഅ്വീൽ. ഇനി നമുക്ക് അവിടെ നിർത്താം. എന്തെങ്കിലും ഇഷ്കാലുകളുണ്ടോ? ഈ പറഞ്ഞതിനൊക്കെ വ്യക്തമായ ഇബാറത്തുകളും വളരെ വിശദീകരണങ്ങളും എല്ലാം നമ്മുടെ കിതാബുകളിലുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് ദിവസം എടുക്കേണ്ട ക്ലാസ്സാണ്. വളരെ ചുരുക്കിയിട്ട് ആ വിഷയങ്ങൾ മാത്രം പലതും സ്കിപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഉറക്കം പറഞ്ഞാൽ കേൾക്കുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആര് പറയുന്നത്? മഹാന്മാർ രണ്ട് രീതിയിലും പറയും. അള്ളാഹു ഉണ്ട്, അള്ളാഹു തആല വാഹിദാണ്, അള്ളാഹുവിന് ഖുദ്റത്തുണ്ട് എന്നൊക്കെ ഖുർആൻ വെച്ചിട്ടും സമർത്ഥിക്കും. ഖുർആൻ വെച്ച് സമർത്ഥിക്കുന്നതിന്റെ മുന്നേ ബുദ്ധി കൊണ്ട് സമർത്ഥിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ബുദ്ധി കൊണ്ട് സമർത്ഥിച്ചതിന്റെ ശേഷമേ ഒരു ഖുർആൻ, ഈ ലോകമുണ്ട്, ഈ ലോകത്തിന് സ്രഷ്ടാവ് വേണം, അത് അള്ളാഹു തആലയാണ്, ആ അള്ളാഹുവിന് ഖുദ്റത്തുണ്ട്, ആ അള്ളാഹുവിന് പ്രവാചകനെ അയക്കാം, ആ അയക്കുന്ന പ്രവാചകൻ സത്യം മാത്രമേ പറയൂ, അത്തരത്തിലുള്ള പ്രവാചകൻ കൊണ്ടുവന്നതാണ് ഖുർആൻ. അപ്പോൾ ഖുർആനിൽ പറയുന്നതെല്ലാം ശരിയായിരിക്കും. ആ ഖുർആനിൽ പറഞ്ഞതാണ് സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇങ്ങനെ തെളിയിക്കുക. അപ്പോൾ മഹാന്മാർ രണ്ട് രീതിയിലും പറയും. നേരത്തെ ഇതെല്ലാം മനസ്സിലാക്കിയ ആളുകൾ അല്ലെങ്കിൽ വിശ്വസിച്ച ആള്, അവരോട് പറയുമ്പോൾ പിന്നെ നേരത്തെയുള്ള തെളിവുകളൊക്കെ പറയണ്ട, ഖുർആനിലുണ്ടെന്ന് പറഞ്ഞാൽ മതി. അതേസമയം ഇത് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാത്ത ആളുകൾ, അവരോട് പിന്നെ ഖുർആനിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കണം. അതിന് യുക്തി വേണം, ബുദ്ധി വേണം. എന്തുണ്ടോ നിർത്താതെ ഇനി നിങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കുക. അള്ളാഹു തആല നമ്മളെ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർക്കും നമ്മുടെ മറ്റെല്ലാ മശായിഖിനും വലിയ
റഹ്മത്തും മഗ്ഫിറത്തും ജസാഉം നൽകട്ടെ. അവരുടെ റൂട്ടിലൂടെ സത്യം സത്യമായിട്ട് മനസ്സിലാക്കി അതിനനുധാവനം ചെയ്ത് തിന്മയെ തിന്മയായി മനസ്സിലാക്കി അതിനെ അംഗീകരിക്കാതെ എതിർത്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ഈ പറഞ്ഞതും കേട്ടതും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല സാലിഹായ ഒരു അമലായിട്ട് സ്വീകരിക്കട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസല്ലാഹു അന്നാ അഹ്മദൻ ഖൈറ മാ ജസാ വമുദ് ജാഅനാ ബിൽ ഹഖ്ഖി ഫൽ ഹഖ് വബിൽ